ആരാധ്യരായ സഹോദരി സഹോദരന്മാരെ, ഇവിടെ കൂടിയിരിക്കുന്ന ഗുരുജനങ്ങളെ, പറളിക്കാട് ഭാഗവത സത്രത്തിൽ വളരെ വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് സംസാരിക്കാനുള്ള മഹാഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു വർഷത്തിൽ സംസാരിക്കുന്നതിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം എന്നത് പറളിക്കാടാണ്. കാരണം ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് അറിയാൻ ജിജ്ഞാസുക്കളായിട്ടുള്ള ആളുകൾ ഇതുപോലെ ഒത്തുകൂടിയ സന്ദർഭങ്ങൾ വേറെ പലയിടത്തും ഉണ്ടാകാറില്ല. ഭാഗവതം പറയുന്നത് സ്ഥിരാസനത്തിൽ ഇരുന്ന് വേണം എന്ന് പറയാറുണ്ട്. എല്ലാ ഇരിപ്പിനും ഓരോ പ്രത്യേകതയുണ്ട്. യാതൊരു ടെൻഷനും ഇല്ലാതെ ഇരുന്ന് കേൾക്കേണ്ടതാണ് ഭാഗവതം. മാത്രമല്ല, ഋഷിമാര് പറഞ്ഞു, ചോദിച്ചവരോടെ ഇത് പറയാവൂ എന്ന്. നമുക്ക് എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധമാണ് ചോദിക്കാത്തവരോട് പറയുക എന്നുള്ളത്. കാരണം നമ്മൾ പലവരോടുമുള്ള സ്നേഹം കൊണ്ട്, ചിലപ്പോൾ മക്കളാവും, ബന്ധുക്കളാവും, അവർക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ നമുക്ക് തന്നെയാണ് കുഴപ്പം എന്നുള്ളതിനാൽ ചിലപ്പോൾ അവരോട് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, ചോദിക്കാത്തവരോട് പറഞ്ഞാൽ ചെവി കേൾക്കില്ല. ചോദ്യം ഇങ്ങോട്ട് വരണം. അങ്ങനെ ഋഷിമാര് പറഞ്ഞു, ഇതുപോലെയുള്ള ശാസ്ത്രങ്ങൾ അത് ചോദിച്ചവർക്ക് മാത്രം പറഞ്ഞു കൊടുക്കേണ്ടതാണ്. പല ഗുരുക്കന്മാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചില ഗ്രന്ഥങ്ങൾ തന്നിട്ട് താങ്കൾ എടുത്തുവെച്ചോളൂ. ഞാൻ പറഞ്ഞു, ഇത് അങ്ങോട്ട് വേണ്ട, അല്ല, ഇത് ചോദിച്ച് വരുന്നവർക്കുള്ളതാണ്. 60 കൊല്ലം എൻ്റെ അലമാരയിൽ ഇരുന്നിട്ട് ഒരാളും ഇത് ചോദിച്ചില്ല വായിക്കാൻ. നിങ്ങളാണത് ചോദിച്ചത്, അതുകൊണ്ട് ഇത് എടുത്തു വെക്കേണ്ട ഇങ്ങനത്തെ ആൾക്കാർ. എത്രയോ ആചാര്യന്മാരുണ്ട്, അവരുടെ പല അറിവുകളും ചോദിച്ചു വരുന്നവർക്കായതുകൊണ്ട് ആരും ചോദിക്കാറില്ല. ചോദിക്കാത്തവർക്ക് പറഞ്ഞു കൊടുക്കരുത് എന്നൊരു ധാരണ വന്നതുകൊണ്ട് നമ്മുടെ ഭാരത സംസ്കൃതിക്ക് സംഭവിച്ചൊരു കാര്യമാണ്. വേദങ്ങൾ, ഉപനിഷത്തുകൾ മുതൽക്കൊക്കെ കുറച്ചൊരു രഹസ്യ സ്വഭാവം അതിൽ വരാനുള്ള കാരണം ഇതാണ്. ഇത് ഉറക്കെ വിളിച്ചു പറയേണ്ടതല്ല. രാമായണം കഥ നടക്കും മുമ്പ് തന്നെ വാൽമീകി മഹർഷി ഈ കഥ എഴുതി. ഇത് ഇദ്ദേഹം ചൊല്ലുന്നത് 2 കിളികൾ കേട്ടു. ആ കിളികൾ ഇത് ഏറ്റു പറഞ്ഞു. സീതയുടെ കഥയാണല്ലോ വിചാരിച്ച് കുട്ടിയായിരിക്കണ സീത തടവിലിട്ടു. ഒരു കിളി ചത്തുപോയി, വേറൊന്ന് കൂട്ടിക്ക് പടഞ്ഞ് ബന്ധനസ്ഥനായി. കിളികൾ ചെയ്തിട്ട് രഹസ്യ സ്വഭാവമുള്ളത് ഉറക്ക വിളിച്ചു പറഞ്ഞു എന്നാണ്. പക്ഷെ അത് പോരാ എന്നും അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെ കാതിലും ഇത് എത്തണം എന്ന രീതിയിൽ നമുക്ക് സമീപകാലത്തൊരു മാറ്റം വന്നു. അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക്, ക്ഷമാപൂർവം ഇരുന്ന് കേൾക്കാൻ തയ്യാറായവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. ഇല്ലാത്തോടത്തോളം കാലം ഈ ഗ്രന്ഥങ്ങളൊക്കെ അപ്രോച്ച് റോഡില്ലാത്ത പാലങ്ങളായിട്ട് നിലനിൽക്കും. ധാരാളം പാലങ്ങൾ നാട്ടിലുണ്ടെന്നൊക്കെയാണ്, വലിയ വലിയ പാലം. ആ പാലത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഈ പാലത്തിനെ തൊഴുതിട്ട് താഴെ പാലത്തിൻ്റെ തൂണ്ട താഴെ പുഷ്പിക്കും. വലിയ പാലം, നമുക്ക് അഭിമാനം. അതുകൊണ്ട് കാര്യമില്ല. ഈ പാലത്തിലേക്ക് അപ്പുറം കിടക്കാൻ അപ്രോച്ച് റോഡ് ഉണ്ടാവണം. എത്രയോ പേര് അമൃത TV ഞാൻ 11 കൊല്ലമായിട്ട് സംസാരിക്കുന്നുണ്ട്. പലരും എന്നോട് പറയും, താങ്കൾ ഈ അപ്രോച്ച് റോഡ് ഇട്ട് പറയണം, നമുക്ക് എന്താണ് ജീവിതത്തിൽ ഇത് ബാധകം. 2015 ക്രിസ്തുമസ് ദിവസം ഇന്ന് വൈകുന്നേരം ഭാഗവത നിത്യജീവിതത്തിൽ എന്നാണ് ഞാൻ സംസാരിക്കുന്ന വിഷയം. ഇപ്പോൾ ഇതിന് എന്താണ് പ്രാധാന്യം? ഇതില്ലാതെ വലിയ പാലമാണ്, ഇത് കേമമാണ്,
മായയാണ്, മുമുക്ഷുത്വമാണെന്നൊക്കെ പറയുമ്പോൾ കുട്ടിയോട് ചോദിക്കില്ലേ? ഇതൊക്കെ നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. നമ്മൾ പെര പണിയുമ്പോഴല്ലേ വേറൊരു പെര വാർപ്പായോ നോക്കുക. നമ്മുടെ വീട്ടിൽ കല്യാണം ഉണ്ടാവുമ്പോഴല്ലേ ഹാളിന് എന്താ വാടക എന്ന് അന്വേഷിക്കുക. നമുക്ക് പ്രമേഹം വരുമ്പോഴല്ലേ പ്രമേഹ രോഗത്തിൻ്റെ ചികിത്സയെ പറ്റിയിട്ടുള്ള ലേഖനം വായിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിത്യജീവിതത്തിൽ എന്താണ് ഈ ഭാഗവതം? ആ വിജ്ഞാനം ജീവിതത്തിലേക്ക് വരണം. പണ്ട് സിദ്ധനായ ഒരു വ്യക്തി, വനത്തിൽ ധാരാളം കിളികളുണ്ട്. ആ കിളികളുടെ പാട്ട് കേട്ട് ഇദ്ദേഹം രമിക്കുന്നു. ഒരു വേടൻ ഈ കിളികളെ മുഴുവൻ വലയിൽ ഇത് പിടിക്കാനായിട്ട് പോകുന്നത് കണ്ടു. അപ്പൊ കാട്ടിലേക്കുള്ള എളുപ്പ വഴി ഇദ്ദേഹത്തിന് അറിയാം. ഇദ്ദേഹം അങ്ങനെ പോയിട്ട് കിളികളോട് പറഞ്ഞു, കിളികളെ വേടൻ വരുന്നു. കേട്ട കിളി വേറൊരു കിളിയോട് വേടൻ വരുന്നു. ആ കിളി വേറൊരു കിളിയോട് വേടൻ വരുന്നു. സന്തോഷമായി. ഇദ്ദേഹം ഇവിടെ മടങ്ങി സ്ഥാനത്തിരുന്നു. ഇനി ഈ വേടം പോയാൽ ഒരു കിളിയും കിട്ടില്ല എന്നുള്ളത് ഇദ്ദേഹം സന്തോഷിച്ചിരുന്നു. വൈകുന്നേരം കാണുന്ന കാഴ്ച, സകല കിളികളെയും വലയിലാക്കി വേടം കൊടുത്തിരിക്കണു. എല്ലാത്തിനെയും കൊല്ലാൻ പോവുകയാണ്. ഇദ്ദേഹം അടുത്ത് ചെന്ന് ചോദിച്ചു, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? പറഞ്ഞല്ലോ. എന്തേ ഞാൻ പറഞ്ഞു? വേടം വരുന്നു. എല്ലാവരും വേടൻ വരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. കിളികൾ പിന്നെയും വേടൻ വരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം വേടം വരുന്നു എന്നല്ലല്ലോ, വേറൊന്നല്ലേ. ഇതിനെയാണ് നമ്മൾ അപ്രോച്ച് റോഡ് എന്ന് പറയുന്നത്. അതിൻ്റെ മീനിങ് നമ്മുടെ ജീവിതമായിട്ട് വേടൻ വരുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ രക്ഷപ്പെടണം എന്നല്ലേ. എന്താണ് ഭാഗവതം എന്ന് പറഞ്ഞാൽ? പ്രവൃത്തിയും നിവൃത്തിയുമുണ്ട്. പ്രവൃത്തി എന്നുള്ളത് ഗീത, നിവൃത്തി എന്നുള്ളത് ഭാഗവതം. ആ ഭാഗവതം ജീവിതത്തിലേക്ക് നമുക്ക് തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പരീക്ഷിത്ത് എന്ന വ്യക്തി നമ്മളാണ്. കഥ നടക്കുന്നത് നമ്മുടെ അകത്താണ്. ഈ നമ്മുടെ അകത്ത് അനവധി ദേവതകൾ ഉണ്ട്. 33 കോടി ദേവതകൾ ഉണ്ട്. അനവധി ഭാവമില്ലേ നമ്മളുടെ അകത്ത്? നമ്മൾ തന്നെ പിതാവാകുന്നു, ഭർത്താവാകുന്നു, സഹോദരനാകുന്നു. ആസ്പത്രി ചെല്ലുമ്പോൾ നമ്മൾ പേഷ്യൻ്റ് ആകുന്നു. നാം ഒരു ഏത് ഭാവത്തിലിരിക്കുന്നു. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ പ്രഭാഷകനാണ്, കേൾക്കുന്ന ഒരു ശ്രോതാവാണ്. ശ്രോതാവായിരിക്കുമ്പോൾ ചെവി വട്ടം പിടിച്ചിരിക്കണം. ആധ്യാത്മിക പ്രഭാഷണങ്ങൾക്ക് മൈക്ക് പാടില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. കാരണം ചെവി വട്ടം പിടിച്ച് എന്തേ പറഞ്ഞു എന്നിങ്ങനെ കേൾക്കുന്നവർക്കുള്ളതാണ് ആധ്യാത്മിക പ്രഭാഷണം. വിഷ്ണുവിൻ്റെ രൂപങ്ങളിൽ വിഷ്ണു ചെവിയുടെ അടുത്ത് കൈ വെച്ച രൂപത്തിന് വൻ ശക്തിയാണ്. എന്തേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആശയത്തിനനുസരിച്ച് നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാനാണ് വിഷ്ണു എന്തേ പറഞ്ഞതെന്ന് ചെവി ഇവിടെ വെച്ചതിന് വൻ ശക്തിയാണ്. കൃഷ്ണന്റെ ഓരോ നിൽപ്പിനും ഓരോ ശക്തിയാണ്. ഊരുഹസ്തം എന്ന് പറയും. കൃഷ്ണൻ കയ്യെ അരക്കെട്ടിൽ വെച്ച് നിൽക്കുന്ന നിൽപ്പ് ഊരുഹസ്തം. സ്വാധിഷ്ഠാന ചക്രത്തിനെ മേൽപോട്ട് ഉയർത്തുന്ന വൻ തന്ത്രശാസ്ത്രമാണ് അതിൻ്റെ പിറകിൽ ഉള്ളത്. ഈ പരീക്ഷത്തിൻ്റെ നമ്മുടെ അകത്ത് അനവധി ഭാവങ്ങളുണ്ട്. ഏതുമായിട്ട് നമുക്ക് ചേരാം. നമുക്ക് ബലിതബോധത്തോടു കൂടി ജീവിക്കാം. നല്ല ജീവിതം കിട്ടണമെങ്കിൽ നല്ല ജീവിതത്തിലാകാം. അല്ല, എനിക്ക് കുറച്ച് ക്രിമിനൽ കേസിൽ പ്രതിയാവണം, ആയിക്കോട്ടെ. ഏത് മോഹത്തെയും തിരഞ്ഞെടുക്കാം. പരീക്ഷിത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജരാസന്ധൻ ധരിച്ചിരുന്ന കിരീടം ഒരിടത്തിരുന്നിരുന്നു. ആ കിരീടം ഒന്നെടുത്ത് തലയിൽ വെച്ചു. അനവധി കിരീടങ്ങളില്ലേ നമ്മുടെ വീട്ടിൽ? പലവരുടെയും ഷർട്ടും കുപ്പായും പാൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ മുത്തച്ഛൻ്റെ ഷർട്ടൊന്ന് തൽക്കാലം എടുത്തിടുന്ന പോലെ ആ കിരീടം ഒന്ന് തലക്കെടുത്ത് വെച്ചു. എന്താണ് ജരാസന്ധന്റെ കിരീടം എന്ന് പറഞ്ഞാൽ? അതിൻ്റെ ആന്തരികാർത്ഥം നോക്കണം. ആരാ ഈ ജരാസന്ധൻ? ജരാസന്ധൻ യുദ്ധത്തിന് വന്നപ്പോൾ കൃഷ്ണൻ ഓടി ഒളിച്ചു.
ബാക്കി എല്ലാവരെയും നേരിട്ട് കൃഷ്ണൻ ജരാസന്ധൻ വന്നപ്പോൾ ഓടി ഒളിക്കാൻ കാരണം എന്ത്? കൃഷ്ണന്റെ ഓരോന്നും ലീലകളാണ്, അർത്ഥം വേറൊന്ന്. ഓടി ഒളിക്കാനുള്ള കാരണം ജരാസന്ധനെ നിഗ്രഹിക്കണമെങ്കിൽ ഭീമസേനന് പറ്റും. ഭീമസേനൻ എന്ന് പറഞ്ഞാൽ വായുവിൻ്റെ പുത്രനാണ്. നമ്മുടെ അകത്തുള്ള പ്രാണമയ കോശമാണ് ഭീമസേനൻ. ജരയുമായിട്ട് സന്ധി ചെയ്തവനാണ് ജരാസന്ധൻ. നമ്മുടെ അകത്ത് ജരയുമായി സന്ധി ചെയ്ത ഒരു ഘടകമുണ്ട്. ജരാനരകൾ എന്ന് കേട്ടിട്ടില്ലേ? അതുമായിട്ട് സന്ധി ചെയ്യാത്തവർക്ക് എന്നും ആരോഗ്യം ഉണ്ടാവും. അവർക്ക് നിത്യ യൗവനം ഉണ്ടാവും. ദൈവം തന്ന അവയവങ്ങള് ഒരു കേടും കൂടാതെ മടക്കി കൊടുത്ത് വേണം മരിക്കാൻ. ഒരു സൈക്കിള് വാടകയ്ക്ക് എടുത്താൽ പോണ്ടോടത്തിലൊക്കെ പോയി വന്നിട്ട് ഈ സൈക്കിള് തുടച്ച് വൃത്തിയാക്കി കൊടുത്തിട്ട് വാടകയും കൊടുക്കണ്ടേ? സദ്യക്ക് പാത്രം കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ സദ്യയൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകി വൃത്തിയാക്കി കൊടുത്തിട്ട് കുറച്ച് കാരോരപ്പവും കൊടുക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ചോദിക്കാതെ കിട്ടിയ ഈ അവയവങ്ങൾക്ക് ഒരു കേടും വരുത്താതെ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത്, ആരെ പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ നടത്തിയിട്ട് ഇതൊക്കെ മുറിച്ച് കളയണം, എന്നും 25 ഗുളിക കഴിക്കണം, കണ്ണ് കേടുന്നു, കാത് കേടുന്നു, വയസ്സായ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. തിളക്കത്തോടുകൂടി മടക്കി കൊടുത്ത് ആയുസ് അവസാനിക്കുമ്പോൾ ജീവിതം മാറ്റി കൊടുക്കണം. പക്ഷേ ജരാസന്ധനോട് യുദ്ധം ചെയ്ത ജരയുമായി സന്ധി ചെയ്തവൻ അവനെ നേരിടുമ്പോൾ എന്തു വേണം? കൃഷ്ണൻ ഒളിച്ചോടി. എന്നിട്ട് ആർക്ക് വിട്ടുകൊടുത്തു? ഭീമസേനന് വിട്ടുകൊടുത്തു. ശ്വാസഭുക്തിക്ക് വിട്ടുകൊടുത്തു. ശ്വാസഭുക്തി ക്രമീകരിക്കുക. മാത്രമല്ല ജരാസന്ധനുമായിട്ട് യുദ്ധത്തിന് പോയപ്പോൾ ജരാസന്ധൻ ഒളിച്ചോടിയപ്പോൾ ജരാസന്ധന് ദേഷ്യം വന്നു. ഒരു തവണ ദേഷ്യം വന്നാൽ ആ ദേഷ്യം കീഴ്പ്പെട്ടിറങ്ങലിന് 41 ദിവസം വേണം. നമ്മുടെ ശക്തി പകുതിയാവും. മക്കളോട് ദേഷ്യപ്പെട്ട് ഞാൻ തളർന്നു എന്ന് പറയാനില്ലേ അമ്മമാര്? അതിൻ്റെ അർത്ഥം എന്താ? ഓരോ തവണ ദേഷ്യം വരുമ്പോഴും ശക്തി പോവുകയാണ്. ജരാസന്ധന്റെ ശക്തി മുഴുവൻ കൃഷ്ണൻ നശിപ്പിച്ചു കൊടുത്തു. ജരാസന്ധൻ ദേഷ്യപ്പെട്ട് ശക്തി കുറഞ്ഞു. നാം ജരാസന്ധനോട് ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ജരയുമായിട്ട് സന്ധി ചെയ്ത വ്യക്തിയായിട്ട് നമുക്ക് കണക്ഷൻ വേണ്ട. അതിനെ നമ്മൾ പുറത്തേക്കെടുക്കണ്ട. വയസ്സ് 70 അമ്മ 69 പോയി, അമ്മയുടെ ചേച്ചി 65 പോയി, ഇങ്ങനെയൊന്നും പറഞ്ഞ് ശീലിക്കരുത്. ഇതൊക്കെ ജരാസന്ധനായിട്ട് യോജിക്കുക. കയ്യും കാലം കുഴച്ചിലടങ്ങി ജരയുമായിട്ട് സന്ധി ചെയ്യണ്ട. ഇതാണ് വിട്ടുകൊടുത്തത്. ഈ പരീക്ഷത്തിന്റെ ഭാഗം വരുമ്പോൾ ഓരോ കഥാപാത്രം വരുമ്പോഴും ഭാഗവതത്തിൽ ഇത് നമ്മളാണ്, ജരാസന്ധൻ നമ്മളാണ്, കൃഷ്ണൻ നമ്മളാണ്. നമുക്ക് ചുറ്റും ഒരു ശക്തിവിശേഷമുണ്ട്, ഓറ. അതിനെയാണ് വൈറ്റൽ എനർജി എന്ന് പറയുന്നത്. VITAL, വൈറ്റൽ എനർജി. ഈ വൈറ്റൽ എനർജി കുറഞ്ഞു വരുമ്പോഴാണ് രോഗം വരുന്നത്. രോഗം വൈറ്റൽ എനർജിയെ ഇല്ലാതെയൊക്കെയല്ല. ഏറ്റവും വലിയൊരു ഡോക്ടർമാരുടെ സമ്മേളനത്തിന് മെനിങ്ങാന്ന് സംസാരിക്കുന്നു. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ 20 സ്ഥലത്ത്, ഷാർജ തുടങ്ങിയ സ്ഥലങ്ങളിൽ 20 വിഷയങ്ങളിൽ സംസാരിച്ചു. അപ്പോൾ ഡോക്ടർമാരുടെ സമ്മേളനത്തിൽ അവരും അക്സെപ്റ്റ് ചെയ്ത കാര്യമാണ് ഈ ചികിത്സാ രീതിയൊക്കെ ഇപ്പം മാറും. അഴുക്കുചാലിൽ ഉണ്ടാവാനുള്ള കാരണം പരിശോധിക്കാൻ അഴുക്കുചാലിലെ കൃമികീടങ്ങളെ എടുത്ത് പരിശോധിച്ചാൽ അഴുക്കുചാൽ ഉണ്ടാവാനുള്ള കാരണം കൃമികളല്ല. കൃമികൾക്ക് വളരാൻ അഴുക്കുചാല് സാഹചര്യം ഉണ്ടാക്കിയതാണ്. അഴുക്കുചാല് പരിശോധിക്കുകയല്ല. ഈ പരിശോധനാ രീതിയെ തെറ്റ്. വൈറ്റൽ എനർജി, ഇതിനെ നമ്മൾ വിട്ടില എന്ന് പറയും. പണ്ഡരീപുരത്തെ വിട്ടില എന്ന ദേവത ഇതാണ്. വൈറ്റൽ എനർജി, വിട്ടില പ്രഭു, വൈറ്റൽ. ഇതിൻ്റെ ശക്തിയാണ് കുറയുന്നത്.
അങ്ങനെ വരുന്ന സമയത്ത് ഈ ജരാസന്ധന്റെ കിരീടം എടുത്തൊന്ന് വെച്ചപ്പോൾ തന്നെ പരീക്ഷത്തിനാകെ നെഗറ്റീവാണ് അബദ്ധം. ആ കിരീടം വെക്കണ്ടായിരുന്നു. നമ്മൾ ജരാസന്ധന്റെ കിരീടം നമ്മൾ വെക്കാറില്ലേ? എന്താണെന്ന് അറിഞ്ഞുകൂടെ? ഒരു നടുവേദന, കുറച്ച് മരുന്ന് കഴിക്കണം, രോഗത്തെ നമ്മൾ ആകർഷിച്ചു വരുത്തുന്നു. അത് കഴിഞ്ഞിട്ട് കണ്ണാടിയിലൊന്ന് നോക്കി. ദർപ്പം എന്ന് പറഞ്ഞാൽ കണ്ണാടിയുണ്ട്. അഹങ്കാരം, ഞാൻ കുറച്ച് കേമൻ എന്നൊരു അഹങ്കാരവും വന്നു. ഭാഗവതത്തിന്റെ വളരെ സൂക്ഷ്മമായുള്ള തലമെന്നാലോചിച്ച് നോക്കൂ. നമ്മൾ ജരാസന്ധന്റെ കിരീടം എടുത്തു, ഞാനെത്ര കേമൻ എന്ന് ദർപ്പം ഒന്ന് അഹങ്കരിക്കുകയും ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്താണ്, ഒരു മഹർഷിയുടെ ശിരസിൽ പാമ്പിന്റെ ജഡം ഇട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആന്തരികമായ കാര്യം എന്താ? എവിടെ സർപ്പം എന്ന് പറഞ്ഞാൽ ടൈം, കാലം, അനാദി. ഭാരതീയമായ ഓരോന്നിനും സ്ഥിരമായ അർത്ഥമുണ്ട്, പെർമനന്റ് അർത്ഥം. ആ പെർമനൻ്റായിട്ടുള്ള അർത്ഥം നമ്മൾ മനസ്സിലാവാത്തത് കൊണ്ടാണ് നമ്മൾ കഥ പലപ്പോഴും ആശയം നമുക്ക് വ്യക്തമാക്കാത്തത്. ഈ തപസ് ചെയ്യുന്ന മഹർഷി ഒരു ചൈതന്യ വസ്തുവാണ്. ആ മഹർഷിയുടെ ശിരസിൽ പാമ്പിന്റെ ജഡം ഇട്ടു എന്ന് പറഞ്ഞാൽ അർത്ഥം ചൈതന്യ വസ്തുവിനെ നോക്കി ജഡത്വം നാം ആരോപിക്കുന്നു. നമ്മുടെ ജീവിതം ഇതാണ്. ഈ പ്രപഞ്ചം ചൈതന്യ വസ്തുവാണ്. പക്ഷെ നമുക്ക് എന്താ ഇഷ്ടം? ജഡവസ്തുക്കൾ. ഓരോ മനുഷ്യനും ജഡവസ്തുക്കളോട് എന്തൊരു സ്നേഹമാണ്. എത്ര കിട്ടിയാലാണ് മതിയാവുക? കോടാനകോടി സമ്പത്തുള്ള ആള് ഒടുവിൽ ഒരു 26 ഏക്കറ കൂടി വാങ്ങി 2000 കോടി കൊടുത്തിട്ട്. അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒരു വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി. ഇപ്പം എത്ര കോടി സ്വത്തായി. അപ്പോൾ ഈ 26 ഏക്കർ അദ്ദേഹം കണ്ടിട്ടില്ല. അപ്പോഴാണ് മനസ്സിലാക്കണത്, ഇവിടുത്തെ തെങ്ങിൻ്റെ പട്ട കൊണ്ടുപോയിട്ട് അപ്പുറത്തെ വീട്ടുകാർ പാവങ്ങളാണ്, അവർ കത്തിക്കുക. ഇത് ഇദ്ദേഹം അറിഞ്ഞപ്പോൾ ആ വീട്ടിൽ പോയിട്ട് പറയുകയാണ്, ഞാൻ കൂടെ ഉണ്ട്, നിർബന്ധമാണെച്ചാൽ ഇവിടുത്തെ പട്ടയൊക്കെ എടുത്ത് കത്തിച്ചോളൂ. ആ ചാരുണ്ടല്ലോ എൻ്റെ മതിലിൻ്റെ അപ്പുറത്തേക്ക് ഇടണം. എന്താണ് ആ മുതലിനോടൊരു ആസക്തി! ആ ചാരം നിങ്ങളുടെ തെങ്ങിൻ്റെ മൂട്ടിലിടാതെ ഈ മതിലിൻ്റെ അപ്പുറത്തേക്ക് ഇടണം. കാരണം മതിലിൻ്റെ അപ്പുറത്ത് ഇദ്ദേഹത്തിൻ്റെ തെങ്ങാണല്ലോ. 25 ജന്മം കൊണ്ട് തീരില്ലാത്ത വിധം മുതലുണ്ട്. പക്ഷെ ആഗ്രഹം ജഡവസ്തുക്കളോട്. നമ്മുടെയൊക്കെ വീടിനകത്ത് ചെന്നാൽ എത്രയെത്ര ജഡവസ്തുക്കളാണ് ഇരിക്കുന്നത്. പ്രസംഗിക്കാൻ ചെന്നാൽ ഒരു സമ്മാനം തരും, ഒരു താജ്മഹൽ. ദിവസേന ഇങ്ങനെ താജ്മഹൽ തോണിയും കിട്ടിയാൽ നമുക്ക് വീട്ടിലിരിക്കാൻ സ്ഥലം ഉണ്ടാവുമോ? വീട്ടിൽ തോണി ജഡവസ്തുക്കൾ ഇങ്ങനെ നിരത്തി വെക്കുക, എന്നിട്ട് അഹങ്കരിക്കാൻ വേണ്ടി എല്ലാവരും തരും ഓരോ തോണി താജ്മഹൽ. പിന്നെ നഗ്നപ്രതിമ. സിനിമയ്ക്കും കഥ എഴുതുന്ന അനുഭവം വെച്ച് പറയാണ്, ഈ ജഡവസ്തുക്കളല്ല സുഖം തരുന്നത്. നമ്മുടെ സംസ്കാരം തന്നെ ജഡവസ്തുക്കളോട്, ചൈതന്യ വസ്തുവിൽ ജഡവസ്തുക്കളെ നമ്മൾ ആരോപിക്കുകയാണ് ജീവിതം. ഗൾഫിൽ പോയി മടങ്ങി വന്ന് 20 സ്ഥലത്ത് ഏത് വിഷയം സംസാരിച്ചു എന്ന് ഒരാളും എന്നോട് ചോദിച്ചില്ല എന്തൊക്കെ സാധന വാങ്ങിക്കൊടുന്നത്. എന്തൊക്കെ സാധനമാണ് ഇവിടെ കിട്ടാത്ത അവിടുന്ന് വാങ്ങിക്കൊടുത്ത്. ചെമ്മരിയാടിന്റെ തോലുകൊണ്ടുണ്ടാക്കിയ കൗതുക വസ്തു, ആനയുടെ കൊമ്പോണ്ടുണ്ടാക്കിയ ഇന്ന സാധനം, ഇന്ന സ്വിച്ച് ഇട്ടാൽ ഇവിടെ. ഇതല്ല ജഡവസ്തുക്കളോടുള്ള ആരാധന. ഈ പ്രപഞ്ചം ചൈതന്യ വസ്തുവാണ് എന്ന് പരീക്ഷിച്ച് മറന്നുപോയി. നമുക്കും അബദ്ധം പറ്റുന്നു.
അങ്ങനെയാണ് ശാപം കിട്ടിയത്. നമ്മുടെ ജീവിതത്തിലും ഈ പ്രപഞ്ചം, ഇവിടെ മനുഷ്യജന്മം കിട്ടിയത് വളരെ കാര്യമാണെന്നും എത്രയോ ജന്മം ചെയ്ത പുണ്യകർമ്മങ്ങളുടെ പ്രമോഷനാണ് മനുഷ്യജന്മം കിട്ടിയത് എന്നുള്ള കാര്യം വിസ്മരിച്ച് ജഡത്വം ആരോപിച്ചപ്പോൾ ശിക്ഷ കിട്ടി. ഈ ശിക്ഷ നമുക്കൊക്കെ ബാധകമാണ്. 7 ദിവസത്തിനുള്ളതെന്ന് പറഞ്ഞാൽ ഞായർ, തിങ്കൾ, ചൊവ്വ, ഇതിൽ ഈ 7 ദിവസത്തിൽ ഒരു ദിവസത്തിലാണ് നമ്മളൊക്കെ മരിക്കുക. നമ്മുടെ ആരുടെ മരണവും ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി ഇതിലത്തെ ഒരു ദിവസമാണ്. പക്ഷേ ഏതായാലും ഇങ്ങനെ സംഭവിച്ച സ്ഥിതിക്ക് പരീക്ഷിത്ത് അവിടെ നിന്നിട്ട് ഇന്റർവെല്ലിന് ശേഷം കഥ നന്നായി എന്ന് പറഞ്ഞ പോലെ അബദ്ധം പറ്റി പരീക്ഷിത്ത് ഇനി ഇവിടെ നിന്നുള്ള കാലം ഭഗവത് കഥകൾ മനസ്സിലാക്കാൻ വിനിയോഗിച്ചു. ഈ വൈറ്റൽ എനർജി എന്ന് പറയുന്നത് ജന്മജന്മാന്തരമായിട്ട് നാം ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ്. ആയുർവേദം, സിദ്ധവൈദ്യം തുടങ്ങിയ പലയിലും പല സൂക്കേടുകൾക്കും ചികിത്സ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ രോഗികളോട് ഇത് പറഞ്ഞിട്ട് വേദനിപ്പിക്കുന്നത് ശരിയല്ലെങ്കിലും വാതവും പിത്തവും കഫവും കൂടി ഇളകുന്ന രോഗങ്ങളുണ്ട്. അതിന് ചികിത്സ ഇല്ല എന്ന് തന്നെ ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുഖമരണത്തിന് വരെ ചികിത്സയാണ് നമ്മൾ കൊടുക്കുക. അങ്ങനെ വരാൻ കാരണം എത്രയോ ജന്മത്തിലെ കർമ്മഫലങ്ങളാണ് സംഭവിക്കുന്നത്. ഭാഗവതത്തിലെ ഓരോ കഥയ്ക്കും പൂർവകഥയുണ്ട്. ആ പൂർവകഥ അനുസരിച്ചാണ് ഓരോരോ ഫലങ്ങൾ ഉണ്ടാകുന്നത്. അത് ഭാഗവത് കഥകളുടെ പ്രത്യേകത നാം ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് നാം ഓരോരുത്തരും അനുഭവിക്കുന്നത്. ജീവിതം എന്നത് ഒരു സ്വയംവരമാണ്. സ്വയംവരം എന്ന് പറഞ്ഞാൽ എന്താണ്? നാം മാലയുമായിട്ട് നടക്കുന്നു. ധാരാളം പേരിരിക്കുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള ആളുടെ കഴുത്തിൽ മാലയിടാം. ഇതാണ് സ്വയംവരം. അപ്പം ഈ മാല ഇട്ടതിൻ്റെ ഉത്തരവാദി ഈ നടന്നു പോയിട്ടുള്ള യുവതിയാണ്. നമ്മുടെ ശരീരത്തിനകത്ത് 33 കോടി ദേവതകള്, ദുർദേവതകള്, നെഗറ്റീവ്, പോസിറ്റീവ് ഉണ്ട്. ഏതിനെ മാലയിടണമെന്ന് നമുക്ക് നിശ്ചയിക്കാം. ചിലവർക്ക് ജീവിതത്തിൽ വളരെ ചിരിച്ച് സന്തോഷിച്ച് ജീവിക്കാനാണ് ഇഷ്ടം. എല്ലാവർക്കും അത് ഇഷ്ടമല്ല. ജീവിതത്തിന്റെ പ്രശ്നം ചിലവർക്ക്, എത്രയോ പേർക്ക് ടെൻഷനാണ് ഇഷ്ടം. ചില കാരണവന്മാർ കണ്ടിട്ടുണ്ടോ? പേരക്കുട്ടികളെല്ലാം കൂടി ചിരിക്കുമ്പോൾ അവർ വാതിലിൻ്റെ ഇടയിൽ കൂടെ എത്തി വെക്കും. എന്താ ചിരിക്കണം? ഇത്ര ചിരിക്കാൻ ഇവിടെ വീട്ടിലെന്താ? ചിരി നിൽക്കണം. ചിരി നിന്നിട്ട് വേണം അവർക്ക് പെർഫോം ചെയ്യാൻ. പോലീസ് സ്റ്റേഷനിൽ പോകാൻ ഇഷ്ടം, തല്ലുകൊള്ളാൻ ഇഷ്ടം. നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ ഓരോന്നും സ്വയംവരമാണത്രേ. നമ്മൾ വരിച്ചതല്ലേ. പള്ളിക്കാട് സത്രത്തിൽ സംസാരിക്കാൻ പാകത്തിന് ജുബ്ബ തയ്പ്പിച്ച് വെച്ചിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട്, ഇത് വേറെ എല്ലാവരെയും കുറ്റ പറ്റിയ രീതിയിലുള്ളൊരു ജുബ്ബ തയ്പ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുമ്പോഴല്ലേ സ്വാമി വിളിച്ച്. അതെ, ഈ സ്വാമി ഇതിനായിട്ട് ജീവിതം മാറ്റി വെച്ചോണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും സ്വയംവരമല്ലേ ഇത് തിരഞ്ഞെടുത്തത്. ഇവിടെ വന്ന് എല്ലാവരും വന്നില്ലല്ലോ. ജീവിതത്തിലെ ഓരോ അനുഭവവും സ്വയം വരിച്ചത്. പണ്ടൊരു സന്യാസി 70 വയസ്സ് പ്രായമുണ്ട്, വളരെ ആരോഗ്യവാനാണ്. അദ്ദേഹം വിചാരിച്ചു വിട്ടില പണ്ഡരീനാഥനെ കാണണം എന്ന്. പണ്ഡരീനാഥന്റെ ദർശനം എന്നുള്ളത് അതീവ പുണ്യമായിട്ടാണ് കരുതുന്നത്. എല്ലാവർക്കും അത് തോന്നില്ല, അവസരം കിട്ടുകയില്ല. നടന്നിട്ട് എത്രയോ വർഷങ്ങൾ നടന്നിട്ടായിരിക്കും പണ്ഡരീപുരത്ത് എത്തുന്നത്. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു സത്രത്തിൻ്റെ അവിടെ എത്തി. ഭാര്യയും ഭർത്താവും ചെറുപ്പക്കാരാണ്, അവരാണ് സത്രം നടത്തുന്നത്. ഇവിടെ കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞു, സമ്മതിച്ചു. ചെറുപ്പക്കാരായ ഭാര്യയും ഭർത്താവുമാണ്.
നിലാവുള്ള ഒരു രാത്രിയാണ്. പിറ്റേ ദിവസം ഉണർന്നിട്ട് ഇദ്ദേഹം നടന്നു പോകും. പണ്ഡരീനാഥനായിട്ട് നേരിട്ട് സംസാരിക്കത്തക്ക വിധം സിദ്ധിയുള്ള സന്യാസി. രാത്രി ആ യുവതി അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, എന്നെ അങ്ങ് കല്യാണം കഴിക്കണം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, പറ്റില്ല, ഞാനൊരു സന്യാസിയാണ്, നിങ്ങളെ കല്യാണം കഴിക്കാൻ നടക്കുന്ന കാര്യമല്ല. എനിക്ക് യൗവനം തോന്നുന്നുണ്ടെങ്കിൽ ശരി, ഞാനൊരു വൃദ്ധനാണ്, അതുകൊണ്ട് ഒരിക്കലും പറ്റില്ല എന്ന് എത്ര പറഞ്ഞാലും സമ്മതിക്കുന്നില്ല. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഭർത്താവ് ഉണ്ടല്ലോ, അപ്പുറത്തെ മുറി കിടന്ന് ഉറങ്ങുകയാണല്ലോ ഭർത്താവ്. അങ്ങനത്തെ ഒരു യുവതി പറയുന്നത് ശരിയാണ്. ഭർത്താവ് ഉണ്ട് എന്നാണ് ഇപ്പൊ തടസ്സമല്ലേ, ഞാൻ കാണിച്ചു തരാം. ഒരു കൊടുവാൾ എടുത്തിട്ട് പോയിട്ട് ഭർത്താവിന്റെ കഴുത്താൽ കുത്തി. ഇത്രയൊക്കെ ബുദ്ധിയുള്ളൂ. ഇതുപോലുള്ള ബുദ്ധിയില്ലായ്മ കാണിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. ഓരോരോ കാര്യത്തിൽ നമ്മൾ എന്തിനാണെന്ന് ചോദിക്കണ്ട. ആ ശിരസ് എടുത്ത് വന്നു. ഇനിയിപ്പോ പ്രശ്നം തീർന്നില്ലേ, ഇനി എന്നെ കല്യാണം കഴിച്ചോളൂ. അപ്പോഴേക്കും പരിഭ്രമം കൂടി. ആകെ കുഴപ്പമില്ല, കൊലക്കേസ് നടന്നിരിക്കില്ലേ. ഇദ്ദേഹം ഓടി, ഭർത്താവിന്റെ ശിരസ് കാട്ടി ഈ സ്ത്രീ ഓടി. നാട്ടുകാർ കൂടി എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ ഇയാളോടുള്ളൊരു വിരോധവും ഉണ്ടല്ലോ. എന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന്. ഭർത്താവ് എതിർത്തപ്പോൾ എൻ്റെ ഭർത്താവിന്റെ കഴുത്ത് ഇയാൾ വെട്ടിയിരിക്കുന്നു. കുടിക്കുക, നേരെ കേസ് തിരിച്ച. അങ്ങനെയാണ് രാജാവിൻ്റെ അടുത്തേക്ക്. ആ രാജാവ്, ഇദ്ദേഹം എവിടെ പോണു, വിട്ടില്ല, പണ്ഡരീനാഥനുമായിട്ട് സംസാരിക്കുന്ന ആളാണ് ഈ സന്യാസി. രാജാവ് ഇതിലേറെ സിദ്ധനാണ്. ശിക്ഷ വിധിക്കുക പണ്ഡരീനാഥനോട് ചോദിച്ചിട്ടാണ്. ഇവിടെ ചെന്ന് കേസൊക്കെ കേട്ടു. ഈ സ്ത്രീ പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ ഇയാളാണ് കൊന്നത്. കേട്ടപ്പോൾ രാജാവ് മനസ്സിലാക്കി കൊന്നിരിക്കുന്നത് ഈ സന്യാസിയാണ്, സംശയമില്ല. പൂജാമുറിയിൽ പോയിട്ട് പണ്ഡരീനാഥനോട് ചോദിച്ചു വരാം, എന്നിട്ട് ആ ശിക്ഷ വിധിക്കും. പണ്ഡരീനാഥനോട് ചോദിച്ചു, അയാൾ കുറ്റവാളിയാണോ? ഉത്തരം അതേ. പണ്ഡരീനാഥനാ പറഞ്ഞു, എന്തു ചെയ്യാം, വലത്തെ കയ്യാട് വെട്ടിക്കളയാം. ഇവിടെ വന്നു, നിങ്ങൾ കുറ്റം ചെയ്തതുകൊണ്ട് നിങ്ങളുടെ വലത്തെ കൈ വെട്ടണം, ശിക്ഷിച്ചു. വലത്തെ കൈ പോയി. ഒറ്റക്കയ്യുമായിട്ട് പണ്ഡരീനാഥനെ കാണാൻ പോയി. പണ്ഡരീനാഥൻ എന്തെങ്ങനെ പറയാൻ കാരണം, ഞാൻ നിരപരാധിയാണെന്ന് ആർക്കും അറിയാമല്ലോ, ഞാനൊരു തെറ്റ് ചെയ്തിട്ടല്ലോ. പണ്ഡരീപുരത്ത് അവിടെ എത്തിയിട്ട് അവിടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിരപരാധിയായുള്ള എൻ്റെ വലത്തെ കയ്യ് ആ രാജാവ് വെട്ടി. അങ്ങാണല്ലോ നിർദ്ദേശം കൊടുത്തത്. എന്താണ് ആ നിർദ്ദേശം കൊടുക്കാൻ കാരണം? അപ്പോൾ അവിടുന്ന് അശരീരി ഉണ്ടായി. എൻ്റെ നിർദ്ദേശങ്ങൾ ഒക്കെ ശരികൾ ആണ്, നമ്മളുടെ ബുദ്ധിയല്ല. ഹൃദംബര ബുദ്ധി ഉള്ള വ്യക്തികൾക്ക് ഇവിടെ ഈ കാണുന്നതൊക്കെ ശരികളാണ്. നമുക്കിത് മുഴുവൻ അറിയേയില്ല. ഏതൊരു കാര്യവും നമുക്ക് കുറച്ച് കാര്യമില്ലേ അറിയുള്ളൂ. ആരെങ്കിലും ഒരാളിപ്പോൾ ഇവിടെ വന്നിട്ട് എൻ്റെ പോക്കറ്റിലെ പൈസ എടുത്തു കൊണ്ടുപോയാൽ ഇത് കണ്ടിരിക്കുന്നവർക്ക് വല്ലതും അറിയും? ഇല്ല, അയാൾ ഇവിടെ പ്രസംഗം തുടങ്ങിയതാണ്. ഞാൻ കടം വാങ്ങിയിട്ട് 25 കൊല്ലം കൊടുക്കാതെ കേസ് കൂടി, ഇനി നിങ്ങൾ പള്ളിക്കാട് വരുമ്പോൾ അവിടെ വെച്ച് വാങ്ങുന്നവരുടെ വഴക്കൊക്കെ ഈ കേൾക്കുന്നവരറിയോ? 25 ദിവസം മുമ്പ് ഞാൻ കഴിച്ച ആഹാരം എന്താണെന്നറിയോ? ഏത് ഗുളികയാണെന്നറിയോ? ബോധം കെട്ട് വീഴില്ലേ? ബോധം കിട്ടു. എന്തേ ചെയ്തേ? രാവിലെ എന്തേ കഴിച്ച്? ദോശയും ഇഡ്ഡലിയും. ദോശ ഇഡ്ഡലി എന്നല്ല, ശക്തിയുള്ള 150ഓളം ഗുളിക. ഇത് ഇവിടുത്തെ വേദന എന്ന് പറഞ്ഞിട്ട് 5 ഗുളിക, ഇത് ഇപ്പുറത്തെ വേദന എന്ന് പറഞ്ഞിട്ട് വേറെ ഗുളിക, ഇത് പ്രഷറിന്, ഇത് ഹാർട്ടിന്. ഇതൊക്കെ അകത്തി എന്നാ ഈ ഗുളികയൊക്കെ അറിയോ ഇത് ഹാർട്ടിനുള്ളതെന്ന്? ഹാർട്ട് ഗുളിക ചോദിച്ചിട്ടുണ്ടോ? രാവിലെ എന്തേ കഴിച്ചേ? എത്രയോ രാസവസ്തുക്കൾ അകത്ത് ചെന്ന പോലെ ജന്മജന്മാന്തരമായിട്ട് ഉള്ള കർമ്മങ്ങളാകുന്ന ആ കർമ്മമാണ് ഈശ്വരധർമ്മം. ഇദ്ദേഹത്തിന് 20 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരിടത്ത് നിൽക്കുമ്പോൾ ഒരു പശു അതിലെ ഓടി വന്നു. ഇല്ലേ, ആ വഴി ഒരു ഇടുങ്ങിയ വഴിയായിരുന്നു.
ഓടി വന്നു. ആ ഓടി വന്ന പശുവിനെ തടഞ്ഞു നിർത്തിയോ? ആ ഓർമ്മയുണ്ട്. തടഞ്ഞു നിർത്തി ആ പശു അങ്ങനെ ഓടിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്നിട്ട് പശു എവിടെയാന്ന് ചോദിച്ചു. അപ്പം നിങ്ങൾ പോയിട്ട് ചൂണ്ടിയിട്ട് ഈ വലത്ത് കൈകൊണ്ട് ഇതാ ആ പശു അത് അവിടെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. ആ വന്നതൊരു കശാപ്പുകാരനായിരുന്നു. ആ പശുവിനെ കൊല്ലാനായിട്ട് വന്നത്. ആ പശു രക്ഷപ്പെടാനായിട്ട് കാട്ടിലേക്ക് പോയപ്പോൾ ഈ വലത് കൈ ചൂണ്ടിയല്ലേ കശാപ്പുകാരന് കാണിച്ചു കൊടുത്തത്. അപ്പൊ പറഞ്ഞു, ശരിയാണ്, അതിൻ്റെ ശിക്ഷ ഉണ്ടാവില്ലേ? കശാപ്പുകാരന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തില്ലേ? ഈ തെറ്റിന് സാക്ഷിയായില്ലേ? കൂട്ടുനിന്നില്ലേ? അത് ശരി. ആ സ്ത്രീയോട് ഞാൻ എന്തേ തെറ്റ് ചെയ്ത്? ആ സ്ത്രീയാണ് ആ പശു. പശുവിൻ്റെ പുനർജന്മമാണ്. വളരെ സാത്വികമായിട്ടുള്ള പശുവായിരുന്നു. ആ പശുവിനെ മനുഷ്യൻ കൊന്നു. കൊല്ലുമ്പോൾ എന്തുണ്ടാവും? ഭയമുണ്ടാവും. ഏതൊന്നിനെ ഭയപ്പെടുന്നു നാം അതായി മാറും. അതുകൊണ്ടാണ് വളർത്തുമൃഗങ്ങളുടെ പ്രമോഷനാണ് മനുഷ്യനെന്ന് പറയാൻ കാരണം. സമുദ്രത്തിലെ ചെറിയ മീനിനെ വലിയ മീൻ തിന്നുമ്പോൾ ചെറിയ മീൻ ഭയപ്പെടുമ്പോൾ ഏതൊന്നിനെ ഭയപ്പെടുന്നുവോ നാം അതായി മാറും. മേലുദ്യോഗസ്ഥനെ ഭയപ്പെടുന്നു കീഴുദ്യോഗസ്ഥൻ, ക്രമേണ ക്രമേണ ഇയാൾ മേലുദ്യോഗസ്ഥനാവും. ഏതൊന്നിനെ ഭയപ്പെടുന്നു? ഭയം എന്ന് പറഞ്ഞ നിസ്സാരമല്ല. ഈശ്വരനെ ഭയപ്പെടുമ്പോൾ ഈശ്വരനിൽ ചെന്ന് ലയിക്കും. അപ്പൊ എന്നെ വളർത്തുമൃഗങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് മനുഷ്യനാണ് എന്നുള്ളതുകൊണ്ട് ഇവർക്ക് മനുഷ്യനാവാനൊരാഗ്രഹമുണ്ട്. ചെറിയ കുട്ടികൾ ടീച്ചറായിട്ട് കളിക്കുന്ന പോലെ ക്ലാസ്സിൽ നിയന്ത്രിക്കുന്ന ടീച്ചറാവുമ്പോൾ ചെറിയ കുട്ടികൾ 4 വരെ ഇരുത്തി ഒരു വടിയൊക്കെ എടുത്ത് കളിക്കുന്ന പോലെ. ആ പശുവാണ് പണ്ടത്തെ ആ സ്ത്രീ പശുവായി. ആ നിരപരാധിയായ ഭർത്താവ് എന്ത് തെറ്റേ ചെയ്ത്? അശരീരി. ആ ഭർത്താവായിരുന്നു കശാപ്പുകാരൻ. ഇപ്പൊ കഥ ഓക്കെ അല്ലേ? കശാപ്പുകാരനാണ് പിന്നെ ഭർത്താവായിരിക്കുന്നത്. ഇത് വളരെ ഉയർന്നൊരു മണ്ഡലത്തിലേക്കുള്ള ചിന്തയിലേക്ക്, അതിന് ഹൃദംബര ബുദ്ധി എന്ന് പറയും. മനുഷ്യരിൽ തന്നെ ഋഷിതുല്യമായ അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് മാറുമ്പോൾ ഈ ലോകത്ത് കാണുന്നതൊക്കെ ശരികൾ ആണ്. വെള്ളപ്പൊക്കം വന്നു, നമ്മൾ തൽക്കാലം ദുഃഖം എന്നൊക്കെ പറയും. ആകപ്പാടെ കണക്കാക്കിയോട് ദുഃഖം എന്ന് പറഞ്ഞവരും പറയുക പിന്നീട് നന്നായി എന്ന്. മുഴുവൻ ശരികളാണ്. തെറ്റായൊരു കാര്യവും ചെയ്യുന്നില്ല. ഭാഗവതത്തിലെ കൃഷ്ണൻ പറഞ്ഞ കഥകളിൽ ഒക്കെ ശരികളാണ്. അഭിമന്യുവിൻ്റെ മരണം ശരി എന്ന് കൃഷ്ണൻ പറഞ്ഞു. ദ്വാരക വെള്ളത്തിൽ മൂടി ശരി എന്ന് കൃഷ്ണൻ പറഞ്ഞു. ഉദ്ധവൻ കൃഷ്ണനെ കൂടെ ഞാനും കൂടെ വരും എന്ന് പറഞ്ഞു. ഉദ്ധവൻ എന്ന് പറഞ്ഞാൽ ഊർധമുഖ വ്യക്തിത്വം, നേരെ ആവാൻ നിശ്ചയിച്ച വ്യക്തി എന്നാണ്. ഉദ്ധവനോട് കൃഷ്ണൻ പറഞ്ഞു, കൂടെ വന്നുകൊണ്ട് കാര്യമില്ല, നീ ചെയ്ത കർമ്മങ്ങളാണ് തന്നെ ബാധിക്കുക. പക്ഷെ നമുക്ക് സംഭവിക്കുന്നത് കുറച്ചും കൂടി ലളിതമായിട്ട് ഭാഗവത്തെ നിത്യജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് ഈ വേദിയിൽ ചിന്തിക്കണം. ഇന്നത്തെ പ്രഭാഷണ വിഷയം തന്നെ വളരെ ലളിതമായിട്ട് നമ്മൾ ആലോചിക്കണം. എന്താണ് നമ്മൾ സിനിമയും നോവലും ഇഷ്ടപ്പെടാൻ കാരണം? ഞാൻ സിനിമയും നോവലും സീരിയലൊക്കെ എഴുതുന്നതാണ്. ഇഷ്ടപ്പെടാനുള്ള കാരണം, തുടക്കത്തിൽ ഒരു കർമ്മം നടന്നാൽ അതിൻ്റെ റിയാക്ഷൻ തീരുന്നതിന് മുമ്പ് കാണാൻ കഴിയും എന്നാണ് സിനിമ, നാടകം, സീരിയൽ, നോവലിൻ്റെ ഒക്കെ പ്രത്യേകത. അതുകൊണ്ടാണ് സിനിമ തീർന്നിട്ടില്ലല്ലോ നമ്മൾ പറയില്ലേ. എങ്ങനെ തീർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ കുറേ കാര്യത്തിൻ്റെ റിയാക്ഷൻ കാണാൻ ഉണ്ട്. ഗോപാലനാർ എന്നാൽ അടിച്ചിട്ടുണ്ട്, ആ അടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചടി ഉണ്ടാവും, നായകൻ്റെ കയ്യിൽ നിന്ന് വില്ലന് കിട്ടും. ഇതുകൊണ്ടാണ് അപ്പോൾ ആക്ഷനും റിയാക്ഷനും ഒരുമിച്ച് കാണാൻ കഴിയുന്നതാണ് സിനിമയുടെ രസം. അതുകൊണ്ടാണ് മേറ്റിനി കാണാൻ പോകുമ്പോൾ അവിടെ ഒരു അടി നടക്കുന്നുണ്ടെങ്കിൽ ടിക്കറ്റ് കിട്ടില്ല വെച്ചിട്ട് അത് എന്താ വെച്ചിട്ട്
നമ്മൾ പോണത്. ആ അടി നോക്കി നിന്നാൽ ആ അടിയുടെ റിയാക്ഷൻ 12 കൊല്ലം കഴിയും കാണാൻ. സിനിമയാവുമ്പോൾ ആക്ഷനും റിയാക്ഷനും ഒരുമിച്ച് കാണാൻ കഴിയും. ജീവിതത്തിൽ ആക്ഷനും റിയാക്ഷനും കൂടി അപ്പം കാണാൻ പറ്റില്ല. 100 പേര് ഒരിടത്ത് ഇരുന്നിട്ട് അഴുക്ക് ചാനലിലെ വെള്ളം കുടിച്ചാൽ അപ്പം തന്നെ 100 ആൾക്കും ഒന്നും സംഭവിക്കുന്നില്ല. ഒരാൾ മാത്രമേ ഛർദ്ദിക്കുള്ളൂ. ബാക്കി 99 മോട്ടോർ ബൈക്ക് ഓടിച്ചു പോവും. ഈ 99 ആളെയും ഫോളോ ചെയ്യണം. അപ്പോഴേ റിയാക്ഷനുള്ളവരറിയുള്ളൂ. അതുകൊണ്ടാണ് കലാസൃഷ്ടികളിൽ, ഭാഗവതന്മാരുടെ കലാസൃഷ്ടിയിൽ വരെ ആക്ഷനും റിയാക്ഷനും ഇന്ന് തെറ്റ് ചെയ്തു, അതിൻ്റെ ശിക്ഷ കിട്ടി. ഭൂമിക്ക് ആകർഷണ ശക്തി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു നെല്ലിക്ക അവിടെ നിന്ന് ഇട്ടപ്പോൾ ആ നെല്ലിക്ക കൃത്യമായിട്ട് ഭൂമിയിൽ വീഴുമ്പോൾ പെട്ടെന്ന് മനസ്സിലായി. ജീവിതം എങ്ങനെയാന്ന് വെച്ചാൽ ഭൂമിക്ക് ആകർഷണ ശക്തി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഒരു 30,000 അടി ഉയരത്ത് പറക്കുന്ന ഒരു വിമാനത്തിൽ നിന്ന് ഒരു അപ്പൂപ്പന്താടി കീപ്പത്തിട്ടല്ലോ, അത് എത്ര കാലം നോക്കിക്കൊണ്ടിരിക്കണം? അത് ഏതെങ്കിലും മരത്തിൻ്റെ ശിഖരത്തിൽ കിടന്നിട്ട് 5 കൊല്ലം അവിടെ വെക്കും, പിന്നെ ആയിരിക്കും കീഴ്പ്പെട്ട് വീഴുക. ഇത് ആകർഷണ ശക്തി ഉണ്ട്, അത് ഭൂമിയിൽ വീഴാൻ എത്രയോ കൊല്ലം നോക്കി നിൽക്കാൻ അത്രയും ആയുസ് നമുക്കില്ല. യഥാർത്ഥത്തിൽ ആ അപ്പൂപ്പന്താടി താഴെ. അപ്പൊ ജന്മജന്മാന്തരമായിട്ട് നാം ചെയ്ത കർമ്മങ്ങൾ, നാം പറയുന്ന വാക്കുകൾ, ഇത് മുഴുവൻ വേറെ ആള് പറയും അയാളൊരു സാധു മനുഷ്യനാണ്. ഗോപാലനാരൊക്കെ അറിയാം എന്ത് പാവാണെന്നറിയോ? നമുക്കറിയില്ല. നമ്മൾ കണ്ടുള്ള ഒരു സീനോ രംഗോ മാത്രമേ അറിയുന്നുള്ളൂ. ജന്മജന്മാന്തരമായിട്ടുള്ള ബന്ധവും കർമ്മവും ഉണ്ട്. അതുകൊണ്ടാണ് ആ കർമ്മത്തിൽ അഥവാ അബദ്ധം സംഭവിച്ചാൽ നമുക്ക് മാറാം. ഭാഗവതം തരുന്നത് പരീക്ഷിത്ത് അബദ്ധത്തിൽ തെറ്റി ചെയ്യാൻ പാടില്ലാത്ത ചെയ്തു പോയി. ചൈതന്യ വസ്തുവിൽ ജഡവസ്തുവിനെ ആരോപിച്ചു. അങ്ങനെ ആരോപിച്ചിരുന്നാലും ശരി, ഇവിടുന്ന് അങ്ങോട്ട് നല്ല ജീവിതം നയിക്കാനായിട്ട് നിശ്ചയിച്ചു. ഭഗവത് കഥകൾ കേൾക്കാനായിട്ട് നിശ്ചയിച്ചു. അപ്പൊ സംഭവിക്കേണ്ടത് സംഭവിച്ചു നമ്മുടെ ജീവിതത്തിൽ. അഥവാ ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലും, ജയിലിൽ കിടക്കുന്നവർക്ക് നല്ല ശീലമാണെങ്കിൽ ശിക്ഷയ്ക്ക് ഇളവ് കിട്ടുന്നത് പോലെ തെറ്റായ മാർഗത്തിലൂടെ ജീവിച്ചിട്ട് രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് നല്ലരിക്കാന്ന് പറയും. ഭാരതത്തിലെ വൈദ്യശാസ്ത്രങ്ങൾ മുഴുവൻ പറഞ്ഞത് നല്ലരിക്കയെക്കുറിച്ചാണ്. എങ്ങനെ ഇനി നല്ല ജീവിതം നയിക്കാം? തെറ്റായ ആഹാരം കഴിക്കാതിരിക്കുക, തെറ്റായ ചിന്തകളിലേക്ക് മനസ്സ് വരാതിരിക്കുക, കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക് എന്ന 5 ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുക. വളരെ പ്രധാനപ്പെട്ട ഘടകം. ഒരു ദേവാലയത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ വരെ ആദ്യം നമ്മൾ കാണുന്നത് എന്താണ്? ഒരു വിളക്കുകാലിൻ്റെ താഴെ ഒരു ആമയുടെ രൂപം. ആമ നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതല്ലേ? ഇത്രയും കാലം ഭാഗവതം വായിക്കുകയും രാമായണം വായിക്കുകയൊക്കെ ചെയ്തിട്ട് ഇതൊന്നും നമുക്ക് ബാധകമല്ല. ഇത് പ്രസംഗിക്കാൻ മാത്രമാണ്, വർത്തമാനം പറയാൻ മാത്രമാണ് എന്ന് പറഞ്ഞാൽ പറ്റൂ. ജീവിതത്തിലേക്ക് അത് ഒന്ന് കൊണ്ടുവരണ്ടേ? നമുക്കത് ബാധകമാണ്. ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നു, ദൈവം തന്ന ഈ അവയവങ്ങളെ കേടുവരുത്തരുത്. കണ്ണ് തന്നിരിക്കുന്നത് കണ്ണിൽ മുളക് പൊടി ഇടാനല്ലല്ലോ. കണ്ണിൽ മുളക് പൊടിയില്ല. ചിലർ മുളക് പൊടി ഭക്ഷിക്കുക, പാമ്പിനെ വിഴുങ്ങാനാണോ വയറ് തന്നത്? ഈ ശരീരത്തിലെ അവയവങ്ങൾ തന്നിരിക്കുന്നത്, ഈശ്വരൻ തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നാക്ക് തുളയ്ക്കാൻ വേണ്ടിയുള്ളതാണോ? അല്ല. ഓരോ അവയവത്തെയും നമ്മൾ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. ആത്മപീഡനം. വിശപ്പില്ലെങ്കിലും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ അവയവത്തെയും പീഡിപ്പിക്കുന്നതിന് പകരം ആദ്യം ചെയ്യേണ്ടത് അവനവൻ കണ്ണാടിയിൽ നോക്കുക എന്ന് പറഞ്ഞ പോലെ സ്വന്തം ജീവിതത്തിൽ പറഞ്ഞ വാക്കുകൾക്ക് അബദ്ധമായോ? ഇതിങ്ങനെ പറയേണ്ടിയിരുന്നുവോ?
ഇതിനു മുമ്പത്തെ ആചാര്യന്മാർക്ക് ഇങ്ങനെ അനുഭവമുണ്ടായപ്പോൾ അവർ ഈ സമയത്ത് എങ്ങനെയാണ് പ്രവർത്തിച്ചത്? ഇതുകൊണ്ടാണ് ഭാഗവതത്തിലെ കൃഷ്ണന്റെ ലീലകൾ എന്ന് പറയാൻ കാരണം. ലീല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് വേറൊന്ന് ആണ്. ഒരു വേദിയിൽ സംസാരിക്കുന്ന പ്രഭാഷകൻ അവിടുത്തെ കാര്യങ്ങൾ എഴുതി വെച്ച നോട്ടീസ് ഇങ്ങനെ സദസ്സിൽ കയറിയിട്ട അർത്ഥം എന്താ? അർത്ഥം ആ പരിപാടി സംഘടിപ്പിച്ചവരോടുള്ള പ്രതിഷേധമല്ലേ? അത് ലീലയല്ലേ? സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വെച്ചിട്ടൊരു ഗ്രന്ഥം കത്തിച്ചാൽ പോലീസ് പിടിക്കാൻ കാരണം എന്താ? അത് ലീലയാണ്. ഹർത്താൽ എന്ന് പറയുന്നത് ലീലയാണ്. ഇതുപോലെ കൃഷ്ണന്റെ ലീലകൾ ആണ് എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിലെ ഓരോ കാര്യത്തിലും നമുക്ക് തരുന്നത് ജീവിതവുമായിട്ടുള്ള സന്ദേശം. ഏറ്റവും വലിയ വിഷ്ണുവിൻ്റെ സ്നേഹമാണ് നരസിംഹത്തിൻ്റെത്. ഈ നരസിംഹത്തെ പോലെ സ്നേഹം നമ്മളിപ്പോൾ എന്താ വിചാരിച്ചത്? കാരണം നാം എന്ത് ചോദിക്കുന്നുവോ അത് കിട്ടിക്കൊണ്ടിരിക്കുന്നു. സദ്യപ്രസാദിനി, പരാശക്തി സദ്യപ്രസാദിനിയാണ്. സദ്യ എന്ന് പറഞ്ഞാൽ ഉടനെ അറ്റ് പ്രസന്റ്. നാം ഓരോരുത്തരും ഈ പ്രഭാഷണം കഴിഞ്ഞാൽ എവിടേക്ക് പോകണമെന്ന് ഓരോരുത്തരും നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ച് ഓരോരുത്തരും കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഏതൊന്ന് ചോദിക്കുന്നുവോ അത് കിട്ടുന്ന കൽപ്പവൃക്ഷമുണ്ട് ഇവിടെ. ശിവന് 2 പുത്രന്മാര് മാത്രമല്ല, ഒരു പുത്രിയുമുണ്ട്. അശോകസുന്ദരി എന്നാണ് പേര്. ശോകമില്ലാത്തൊരവസ്ഥ നമ്മളിലുണ്ട്. ഒരു ശോകവും ബാധിക്കാത്തൊരവസ്ഥ നമ്മളിലുണ്ട്. ചോദിക്കുന്ന എന്തും കിട്ടിക്കൊണ്ടിരിക്കുന്നു. പ്രഭാഷണം കഴിഞ്ഞ് പോകുമ്പോൾ ഇവിടെ പള്ളിക്കാട് നായ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. അലഞ്ഞു തിരിയുന്ന നായ ഉണ്ടോ? അവര് നായയെ കാണുകയും ചെയ്യും, നായ കടിക്കുകയും ചെയ്യും. നമ്മൾ ചോദിക്കുന്ന കിട്ടും. രോഗത്തെ ഇതേമാതിരി സങ്കല്പിച്ച് കിരീടമാക്കി വെക്കുന്നവരുണ്ട്. വയസ്സ് എത്രയായി? ഇന്ന സൂക്കട് വരും, ഇന്ന സൂക്കട് വന്നാൽ മരുന്നില്ലാത്തതിൻ്റെ ചികിത്സ ഉണ്ട്. ആ ചികിത്സയ്ക്ക് വലിയ എമൗണ്ട് വരും. അതിൻ്റെ മുഴുവൻ ഇൻഷുറൻസ് നിന്ന് കിട്ടും. പിന്നെന്താ പേടിക്കാറുള്ളത്? ഒക്കെ ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പം ഇൻഷുറൻസുകാർ കടത്തിലാണ്. കാരണം ഈ സങ്കല്പിച്ച് വരുത്തിയതൊക്കെ. പണ്ട് ഇത്ര രോഗങ്ങളില്ല. ഓരോ കാര്യവും എങ്ങനെ ഈ വ്യക്തി സങ്കല്പിക്കുന്നു ജീവിതത്തിൽ. ഭാഗവതത്തിലെ ഓരോരുത്തരും ആലോചിക്കൂ. ഹിരണ്യകശിപു എന്തേ സങ്കല്പിച്ചത്? സ്വർണം തലയണയാക്കി വെച്ചു. ഹിരണ്യാക്ഷൻ സ്വർണത്തിലേക്ക് മാത്രം നോട്ടമുള്ളത്. ആ വ്യക്തി സങ്കല്പിച്ചു, എനിക്ക് രാത്രിയും പാടില്ല, മരണം പകലും പാടില്ല. ആകാശത്ത് വെച്ച് കൊല്ലരുത്, ഭൂമിയിൽ വെച്ച് കൊല്ലരുത്, ആയുധം ഉപയോഗിച്ച് കൊല്ലരുത്, വീടിൻ്റെ അകത്ത് വെച്ച് കൊല്ലരുത്, പുറത്ത് വെച്ച് കൊല്ലരുത്. ഇങ്ങനെയൊക്കെ സങ്കല്പിച്ച് ചോദിച്ച് വാങ്ങുകയാണ്. അപ്പോൾ ആ വിഷ്ണുവിൻ്റെ സ്നേഹം ആലോചിക്കും. ഒരു വ്യക്തി വാശി പിടിക്കുമ്പോൾ, ഒരു കുട്ടി വാശി പിടിക്കുകയാണ്, എനിക്ക് ദോശ വേണ്ട, ഇഡ്ഡലി വേണ്ട, പിട്ട് വേണ്ട, പൊറാട്ട വേണ്ട, എനിക്ക് വിശന്നിട്ട് നിൽക്കാൻ വയ്യ, ഇതൊന്നും പാടില്ല. അപ്പൊ ആ സ്നേഹമുള്ള അമ്മ ഇതൊന്നും അല്ലാത്തൊരു സാധനം ഉണ്ടാക്കണ്ടേ? എത്ര വാത്സല്യ! എന്തൊക്കെ വ്യവസ്ഥയാണ് വെച്ചത് വിഷ്ണുവിനോട്. അങ്ങനെയും ചെയ്യരുത്, ഇങ്ങനെയും കൊല്ലരുത്. ഇത്രയും കഴിഞ്ഞു. ആർക്കത് പറ്റിയ? യഥാർത്ഥ ജീവിതത്തിൽ അമ്മ ദേഷ്യപ്പെടില്ലേ കുറെ കഴിഞ്ഞാൽ? അതും കഴിഞ്ഞിട്ട് ഭാഗവതത്തിൽ പറയല്ലേ, മകനോട് ചോദിച്ചു, നിന്റെ നാരായണൻ എവിടൊക്കെ ഉണ്ട്? തൂണിലും തുരുമ്പിലും ഉണ്ട്. എങ്കിൽ ഈ തൂണിൽ നിന്ന് ഇറങ്ങി വന്ന് നിന്നെ രക്ഷപ്പെടുത്തുന്നത് ഞാൻ കാണട്ടെ. എന്താ ഈ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം? ഓക്കെ, ഈ തുരുമ്പിൽ നിന്ന് ഇറങ്ങി വന്ന് നിന്നെ രക്ഷപ്പെടുത്തുന്നത് കാണട്ടെ എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ തുരുമ്പിൽ നിന്ന് മറ്റൊരു രൂപം വരില്ലേ? ഇപ്പൊ നരസിംഹത്തിന്റെ മാതിരി വേറൊരു രൂപം നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. അത്ര പെട്ടെന്ന് നരസിംഹം വരികയും
ഈ വ്യക്തിയുടെ ആവശ്യം സാധിപ്പിച്ച് കൊടുക്കുകയും ചെയ്യും. ഒരു മറ എന്നുള്ളത് നീക്കി. അതാണ് കുടൽമാല മാറ് പിളർന്നു എന്ന് പറയുന്നത്. ആവരണത്തെ നീക്കി കൊടുത്തു. ആ നരസിംഹത്തിനെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുത്രന് എത്ര സ്നേഹവും വാത്സല്യമാണ് തോന്നിയത്. ആ കഥ നമുക്ക് തരുന്ന ഗുണപാഠം. ഇന്ന് ആധുനിക ശാസ്ത്രവും മനഃശാസ്ത്രവും പറഞ്ഞു, നല്ലത് സങ്കല്പിക്കൂ, പ്രാവർത്തികം ആകും. അങ്ങോട്ട് ഇമാജിൻ ചെയ്യും. ഇത് ശ്രദ്ധിച്ച് കേൾക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, കൗൺസിലിങ്ങിനൊക്കെ വരുന്നവരോട് പറയും, എന്താണ് നിങ്ങളുടെ ആഗ്രഹം? ഭാഗവതം വായിക്കാറുണ്ടല്ലോ, ഉണ്ട്. ആഗ്രഹിക്കുന്നത് സാധിക്കും. അത് എല്ലാം സാധിക്കുമോ? സാധിക്കും. അങ്ങനെ എല്ലാം തരുന്ന കൽപ്പവൃക്ഷമാണ് നമ്മുടെ മനസ്സ്. അങ്ങോട്ട് ആഗ്രഹിച്ച് വെക്കും. അതിന് പകരം ആകെ ഒരു മോളുള്ള ഏത് കല്ലുടിയാണാവോ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഇപ്പം എന്താ ആഗ്രഹിച്ചേ? ഇക്കൊല്ലം പരീക്ഷയ്ക്ക് നീ ജയിക്കില്ല, ഞാൻ എഴുതി തരാം. ഇപ്പം എന്താ സങ്കല്പിച്ചേ? നടുവേദനയാണ്, ക്യാൻസർ ആണാവോ? ഇപ്പം ക്യാൻസർ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും വരുന്നുണ്ട്. നെഗറ്റീവ് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച്, നെഗറ്റീവ് ദേവതയാണ്. 33 കോടി ദേവന്മാരും 66 കോടി അസുരന്മാരും ഉണ്ട്. 33, 66 കൂടി 99, ഒക്കെ 9 കണക്ക്. 108 ഉപനിഷത്ത് 1, 8, 9. 9 ഏറ്റവും വലിയ സംഖ്യ. അതുകൊണ്ട് ഏത് കൂട്ടിയാലും 9. 9നെ ഏതിനോട് ഗുണിച്ചാലും 9. ഇതാണ് ഈ 9ന്റെ കണക്ക്. യഥാർത്ഥത്തിൽ ഏറ്റവും നല്ലത് നല്ല സങ്കല്പിക്കൂ. മകളുടെ സൂക്കട് മാറും. അല്ല, ഇത് മാറാത്ത സൂക്കടാണ്. ഇതാരെയാ പറഞ്ഞേ? ഈശ്വരൻ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമുണ്ടോ? മാറാത്ത സൂക്കടാന്ന് ആരെയാ പറഞ്ഞു? പല കാര്യങ്ങളും മാനസികമായിട്ടുള്ള ലേഖനങ്ങൾ വായിച്ചാൽ നമുക്ക് ഭ്രാന്ത് വരും. കാരണം ഈ സങ്കല്പത്തിലേക്കൊക്കെ നാം എത്തും. സങ്കല്പിക്കുന്ന അങ്ങോട്ടായിത്തീരും. ഭാഗവതം വായിച്ചിട്ട് നല്ല സങ്കല്പം എങ്ങനെ വരിക? ഇതങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ട് TV സീരിയൽ ഓൺ ചെയ്തില്ലേ? സീരിയലിനെ കുറ്റം പറയല്ല. ആദ്യത്തെ സീരിയൽ സ്കൂട്ടർ മുതലൊക്കെ അങ്ങാടിപ്പാട്ട് വരെ ഞാൻ എഴുതിയതാണ്. ഇപ്പം എഴുതാറില്ല. നെഗറ്റീവായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമ്മളത് സങ്കല്പിച്ചില്ലേ? പോസിറ്റീവ് സങ്കല്പത്തിലേക്ക് വരണ്ടേ? ഏത് സമയത്തും നമ്മൾ ചിന്തിക്കുന്നത് പോസിറ്റീവാകും. ചിരിതക്കുട്ടിയുടെ കഥ ഭാഗവതം വായിക്കുന്നവർ മനസ്സിലാക്കണം. 13ാമത്തെ കുട്ടിയാണ്. ദാരിദ്ര്യം നിറഞ്ഞ കുടുംബം. ആ ദാരിദ്ര്യം നിറഞ്ഞ കുടുംബത്തിൽ ഇതിന് കഞ്ഞിരവെള്ളം കൊടുക്കാനും വീട്ടിൽ സ്ഥിതിയില്ല. കഞ്ഞിരവെള്ളം കിട്ടൂല. പക്ഷേ ഇവിടുന്നൊക്കെ ഭാഗവതൊക്കെ ചിരിതക്കുട്ടിയും കേട്ടിട്ടുണ്ട്. കൃഷ്ണനോട് എന്ത് ചോദിച്ചാലും തരും. ചോദിക്കുന്നത് തരും. കൃഷ്ണനോട് ഓരോരുത്തരും ഓരോന്ന് ചോദിച്ചു വാങ്ങിയതാണ്. എല്ലാവർക്കും ചോദിച്ചത് കിട്ടിയിട്ടുണ്ട്, ചോദിച്ചത് കിട്ടിയിട്ടുണ്ട്. ഇത് മാത്രം ഈ കുട്ടിയൊക്കെ അറിയുള്ളൂ. വിദ്യാഭ്യാസമൊന്നുമില്ല. പണ്ടത്തെ കാലല്ലേ, ഒരു 90 വയസ്സായ വൃദ്ധൻ അയാളുടെ ജന്മനാട്ടിലേക്ക് വടി കുത്തി നടങ്ങുക. അപ്പം ഈ കുട്ടി അവിടെ നിൽക്കണുണ്ടപ്പോൾ അവിടെ ഉള്ളവരോട് ചോദിച്ചു, ഇതിനൊക്കെ വിലക്ക് തരുമോ? അപ്പം അച്ഛനോടും അമ്മോടും പറഞ്ഞു വിലക്ക് തരാം. 1 ഉറുപ്പ്യ തരണം. വൻ തുകയെ ചോദിച്ചു. 1 ഉറുപ്പ്യ തരാം. 1 ഉറുപ്പ്യ കൊടുത്തു. എൻ്റെ കയ്യെന്ന് പിടിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ സഹായിക്കും, ഞാൻ തന്നെ നോക്കിക്കോളാം. ചിരക്കുട്ടി നിറകണ്ണുകളോടുകൂടി അമ്മയുടെ അടുത്ത് ചെന്നിട്ട്, അമ്മേ ഇനി എപ്പോഴാ കാണുക? ഇത് പോയി കിട്ടിയാൽ മതി എന്നാണ് ദാരിദ്ര്യം കൊണ്ട് അമ്മ വിചാരിക്കുക. അമ്മ പറയാ, നീ കല്യാണം കഴിഞ്ഞിട്ടേ കുട്ടിയെ സ്വർണ്ണത്തൊട്ടിയിലിട്ടിട്ടേ ആ സമയത്ത് സ്വർണ്ണത്തൊട്ടിയിലിട്ട് ആട്ടാൻ ഞാൻ വരണ്ട്. കളിയാക്കിയതാണ്. അച്ഛാ ഞാനിപ്പോൾ അച്ഛനെ എപ്പോഴാ കാണുക? അങ്ങനെ അമ്മ നിന്റെ കുട്ടിയെ സ്വർണ്ണത്തൊട്ടിയിൽ ആട്ടുമ്പോൾ ഇപ്പുറത്തെ ഒരു സ്വർണത്തിന്റെ പലക ഉണ്ടാക്കി വെച്ചോ, ഞാൻ ആ കാഴ്ച കാണാൻ വരുന്നുണ്ട്. പോയിക്കോ ഇവിടുന്ന്. അമ്മാമ നീ എപ്പോഴാ അമ്മാമനെ കാണുക? നിന്റെ കുട്ടിയെ സ്വർണ്ണത്തൊട്ടിയിലിട്ടിട്ട് നിന്റെ അമ്മ ആട്ടുമ്പോൾ അച്ഛൻ സ്വർണ്ണപ്പലകരിക്കില്ലേ?
അപ്പോൾ കുട്ടിയുടെ 28-ന് വിറക് കീറണ്ടേ, സ്വർണത്തിന്റെ മഴ ഉണ്ടാക്കി വെച്ചോ. അമ്മായിയെ എന്നാ കാണുക. അങ്ങനെ അച്ഛൻ അപ്പുറത്ത് സ്വർണത്തിന്റെ പലകയിലിരിക്കുമ്പോൾ അമ്മാമ്മ പിറകെ വരുമ്പോൾ മുറ്റടിക്കാൻ സ്വർണത്തിന്റെ ഒരു ചൂലുണ്ടാക്കി വെച്ചോ. പിന്നെ എല്ലാവരോടും കൂടി നാത്തൂമാരെ ഇനി നിങ്ങളെ കാണുമോ. ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ നെയ്ഭരണി തട്ടുംപുറത്ത് എടുക്കാൻ ഞങ്ങൾ വരണ്ട. പൈസ ഉള്ള വീട്ടിലെ നെയ്ഭരണി ഉണ്ടാവുള്ളൂ. ചിരിതക്കുട്ടി ചിരിച്ചുകൊണ്ടാ പോയി. ചിരിതക്കുട്ടി കരഞ്ഞൊന്നുമില്ല. കാരണം ഇങ്ങനെയൊക്കെയല്ലേ സംഭവിക്കാൻ പോണം. കൃഷ്ണഭക്തിയാണ് കുട്ടി. സംഭവിക്കാൻ പോണെന്ന് ഇപ്പൊ ഓരോരുത്തരും പറഞ്ഞില്ലേ. ഇവര് കളിയാക്കി പറഞ്ഞതാ. വയസ്സന്റെ കൂടെയാണ് പോയി. വർഷങ്ങൾ കഴിഞ്ഞ് ഒരാള് ചിരിതക്കുട്ടിക്ക് ഒരു കുട്ടി ജനിച്ചു. 28-ന് ക്ഷണിക്കാൻ വേണ്ടി വന്നിരിക്കണു ഗ്രാമത്തിലേക്ക്. അച്ഛനും അമ്മയും അമ്മാമനും അമ്മായി എല്ലാവരും കൂടി ചിരിതക്കുട്ടിയുടെ വീട് അന്വേഷിച്ചു പോയപ്പോൾ വലിയ ബംഗ്ലാവ്. എങ്ങനെയാ ബംഗ്ലാവ് ഉണ്ടായെന്ന് ചോദിക്കണ്ട. കുട്ടിയെ സ്വർണത്തിന്റെ തൊട്ടിയിൽ കിടത്തിയാണ്. അമ്മ അന്ന് പറഞ്ഞില്ലേ ഇനി ഇങ്ങോട്ട് വരിക, കുട്ടിയെ സ്വർണ്ണ തൊട്ടിയിൽ ടാട്ടാനാണെന്ന്. അമ്മ ഇവിടെ ഇരുന്ന് ആട്ടിക്കോട് സ്വർണത്തിന്റെ തൊട്ടിയിലാ. അച്ഛൻ സ്വർണത്തിന്റെ പലക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അച്ഛൻ ഇവിടെ ഇരുന്നോളൂ. അമ്മായി മുറ്റടിക്കാൻ വേണ്ടി സ്വർണത്തിന്റെ ചൂല് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്വർണത്തിന്റെ ചൂലിതാ. അമ്മാമ്മക്ക് വിറക് തരാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന്. ഇപ്പം അതിനൊക്കെ ആളുണ്ട്. എന്നാലും അമ്മാമ്മക്ക് ഒരാഗ്രഹമുണ്ട്, വിറകുള്ളൂ, സ്വർണത്തിന്റെ മഴയുണ്ട്. നാത്തൂമാര് ആ ഭരണിയൊക്കെ എടുത്തോളൂ. പണ്ടിനോട് വാക്ക് പറഞ്ഞതാ. ഇപ്പൊ എങ്ങനെയാ ഇത് നടന്നേ. ഭാഗവത പാരായണ കാലത്ത് പണ്ട് ഋഷിമാര് ചിരിതക്കുട്ടിയെ കുറിച്ച് പറയുമ്പോൾ ഇതെങ്ങനെയാ നടന്നതെന്ന് പറയേണ്ട കാര്യമില്ല. കഥയുടെ ക്ലൈമാക്സ് ചിരിതക്കുട്ടി അങ്ങോട്ട് സങ്കല്പിച്ചു. ഇതുപോലെ ഭാഗവത കഥാപാത്രങ്ങൾ എന്ത് സങ്കല്പിച്ചു അത് പ്രാവർത്തികമാകുമ്പോൾ വ്യക്തി ജീവിതത്തിൽ പോസിറ്റീവായ കാര്യങ്ങൾ സങ്കല്പിക്കൂ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സങ്കല്പിക്കുന്ന നടന്നത്. ഞാൻ പട്ടാമ്പിയിൽ ഒരു ഗ്രാമത്തിൽ ജനിച്ച ആളാണ്. ഇപ്പൊ കോഴിക്കോട് മാങ്കാവിലാണ് താമസിക്കുന്നത്. ഒരു വരി സ്റ്റേജിൽ സംസാരിക്കാനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ സങ്കല്പിച്ചു. ആചാര്യന്മാരുടെയൊക്കെ പ്രഭാഷണമൊക്കെ കേൾക്കാനായിട്ട് പോകുമ്പോൾ ഒരു പുസ്തകം പോലും എഴുതാത്ത കാലത്ത് ഗ്രന്ഥരചയിതാവ് സങ്കല്പിച്ചു. നമ്മൾ ഓരോരുത്തരും സങ്കല്പിക്കും. എൻ്റെ മക്കളെ എന്നെ നല്ലപോലെ നോക്കും. ചില നല്ല അമ്മമാരുണ്ടല്ലോ. കഞ്ചാവ് വലിച്ചു നടക്കുന്ന മകന് 40 കഴിഞ്ഞു. അമ്മ ദുഃഖത്തോടു കൂടി പറഞ്ഞു അവനൊരു പണിയില്ല, കഞ്ചാവ് വലിയാണ്, ഞാൻ എന്താ ചെയ്യുക. ഒരു ദിവസം ഞാൻ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഗുരുവായൂരപ്പൻ്റെ ഭക്തിയല്ലേ, ആ മോഹങ്ങളൊന്ന് കൃത്യം പറയൂ. അല്ല അത് മോഹിച്ചോണ്ട് കാര്യമുണ്ടോ? ആപ്ലിക്കേഷനിൽ കൃത്യമായിട്ട് മോഹം പറയൂ. മകൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാവുന്നു. ഞാൻ ഇനി ഉദ്യോഗം കിട്ടില്ല, അതിന്റെ സമയമൊക്കെ കഴിഞ്ഞു. ഈ സങ്കല്പിക്കാൻ ഇത് നോക്കണം. സങ്കല്പിക്കാൻ ഇത് നോക്കണം എന്നാരെയാ പറഞ്ഞു? ഇപ്പൊ തന്നെ നെഗറ്റീവ് പറഞ്ഞില്ലേ. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാവുന്നു, കഞ്ചാവ് വലി നിർത്തണം, കല്യാണം കഴിക്കുന്നു. അല്ല അതിപ്പോ അവന്റെ കാര്യം. ഇങ്ങോട്ട് അതൊന്നും പറയണ്ട, സങ്കല്പിക്കൂ. നിരന്തരം സങ്കല്പിച്ച എന്താ ഉണ്ടായേ? ഏതോ PSC ലിസ്റ്റ് ക്യാൻസലാക്കി അത് എങ്ങനെയൊക്കെ ഇയാൾക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡറും. ഇതെങ്ങനെ ഉണ്ടായേ? കൃഷ്ണന്റെ മുമ്പിൽ ഒരു കാര്യം അങ്ങോട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ കൃഷ്ണൻ വിചാരിച്ചാൽ പറ്റില്ല. എത്ര പിടിച്ചാ നമ്മൾ പറഞ്ഞ, ഈശ്വരൻ വിചാരിച്ചാൽ ഈ സൂക്കട് പിടിച്ചാൽ മാറ്റില്ല. ആരെ പറഞ്ഞു? ബ്ലഡ് ക്യാൻസർ ആണെനിക്ക് മാറില്ല എന്നല്ല എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്. ഇത് മാറും. ഗോമൂത്രമാണ് ഔഷധമായിട്ട് കഴിക്കുന്നത്. ഗോമൂത്രം പെർമനൻ്റായിട്ട് കുറച്ചു കാലം കഴിച്ചു, ഔഷധം മാറി. മാരകമായിട്ടുള്ള 10-20 രോഗം വന്ന ഒരാൾ അത് മാറും. സങ്കല്പിക്കൂ. ആരോഗ്യവാനായി നിന്ന് ജീവിതത്തിനെ അഭിമുഖീകരിക്കുന്നതായിട്ട് സങ്കല്പിക്കൂ. കുട്ടിയുടെ സൂക്കട് മാറില്ല, ഇതിന് മാറില്ല. 1 ലക്ഷത്തിൽ ഒരാൾക്കേ വരുള്ളൂ. ഇങ്ങനെയൊക്കെ ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കും. മാറാൻ കഴിയാത്ത സൂക്കടാണെങ്കിൽ, മരുന്നില്ലെങ്കിൽ 1 ലക്ഷത്തിൽ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ വരും. നമ്മൾ അതുമായിട്ട് ചേരണ്ട. ഏതൊന്ന് സ്വപ്നം കാണുന്നു? കൃഷ്ണൻ ഭാഗവത് പറഞ്ഞുകൊണ്ട് ഓരോ വ്യക്തിക്കും ആഗ്രഹിക്കുന്നത് കൃത്യമായിട്ട് കൊടുക്കണം.
ആഗ്രഹിക്കാത്ത കിട്ടുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം എല്ലാം ഉണ്ടോ? അതൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. വലിയ വാഹനം വാങ്ങണമെന്നോ അത് വിമാനം പറത്തണമെന്നോ ആഗ്രഹിച്ചിട്ടില്ല. ആഗ്രഹിച്ച് കിട്ടും. മിനിമം ആഗ്രഹം മരണം വരെയും. മാരകമായിട്ടുള്ള രോഗങ്ങൾ, രോഗത്തിനുള്ളതല്ല ശരീരം. ഈ രോഗം എന്നുള്ളതേ നെഗറ്റീവല്ലേ. കണ്ണിനെ വേണ്ടുന്ന രീതിയിൽ നല്ലത് മാത്രം കാണാനായിട്ട് കൊടുക്കും. പല ചീത്ത കാഴ്ചകളും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു പൂച്ച ചത്തി കിടക്കുന്നത് കണ്ടാൽ കഴിക്കുന്ന ആഹാരം ശരിക്കും കഴിക്കാൻ പറ്റില്ല. കാരണം ഈ കണ്ടത് നമ്മുടെ മനസ്സിലാണ് കിടക്കുന്നത്. എല്ലാം നമ്മൾ കാണാനുള്ളതല്ല നേത്രങ്ങൾ, എല്ലാം നമുക്ക് കേൾക്കാനുള്ളതല്ല. അതുകൊണ്ടാണ് ഒരു ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ആമ എന്ന് പറഞ്ഞാൽ തമിഴിൽ അർത്ഥം കറക്റ്റ്. ഈ ലോകം കറക്റ്റ് ആണ്. ഇതിനെപ്പറ്റി മനസ്സിലാക്കാത്ത ഒരാൾ ഇവിടെ വന്ന എന്താ നടക്കുക? ഏതൊക്കെയോ കുറെ ആളുകൾ അവിടെ ഇരിക്കണു, ഒരാൾ സ്റ്റേജിലിരിക്കണു. പക്ഷെ ഒരു പ്രത്യേക ആംഗിളിൽ നോക്കിയാൽ എല്ലാം കറക്റ്റാണ്. ഒരാൾ പ്രസംഗിക്കണു, ഓരോരുത്തരും കല്യാണിയമ്മ ഇരിക്കണമായിരിക്കണു, ഗോപാലനാർ ഇരിക്കണമായിരിക്കണു, വേറൊരാൾ നഖം പിടിക്കണു, ഒരാൾ ഉറങ്ങണു, ഒക്കെ കറക്റ്റാണ്. ആധ്യാത്മിക പ്രഭാഷണത്തിനാണെങ്കിൽ പോണെങ്കിൽ നല്ല ഉറക്കക്കാർ മുമ്പിൽ വന്നിട്ടിരുന്ന് ഉറങ്ങും. സ്ഥിരമാണ്. ഈ പ്രസംഗിക്കുന്നവർ മുമ്പിലുള്ളവരെ നോക്കിയിട്ടാണ് പ്രസംഗിക്കുക. നല്ല ഉറക്കക്കാർ മുമ്പിൽ വന്നിരിക്കുകയും കൂർക്കം വലിച്ചിട്ട് ഇങ്ങോട്ട് ശല്യമുണ്ടാക്കുകയും ചെയ്യുന്നത് സാധാരണയാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ഉറക്കത്ത് കേൾക്കണ്ടെന്ന്. ഇപ്പം ഈയിടെ ചെന്നപ്പോൾ എല്ലാവരും ഉറങ്ങുന്നൊരു വേദിയിൽ എന്നെ വിളിച്ചു. ചെന്നപ്പോൾ എല്ലാവരും നല്ല ഉറക്കം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ വേദിയിൽ എന്നെ വിളിക്കാനൊരു കാരണമുണ്ട്. കാരണം നട്ടുച്ചയ്ക്ക് പ്രസംഗിക്കുമ്പോൾ എന്നെ വിളിക്കുക. കാരണം എന്താ വെച്ചാൽ ഞാനും ഉച്ചയ്ക്ക് ഉറങ്ങും. എനിക്ക് ഉറങ്ങിയും കൊണ്ട് പ്രസംഗിക്കാൻ പറ്റുന്നൊരു സിദ്ധിയുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് എല്ലാവരും ഉറങ്ങുമ്പോൾ ആരെയെ വിളിക്കാന്നല്ലേ? പി ആർ നാഥനെ വിളിച്ചു. അയാളും ഉറങ്ങും ഉച്ചയ്ക്ക് 2 മണിക്ക്. പക്ഷെ അയാൾ ഉറങ്ങിയും കൊണ്ട് പ്രസംഗിക്കും. ആ കഴിവ് അയാളൊക്കെ ഉണ്ട് എന്നാണ്. ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികം ആക്കണം. ഭാഗവതം ഇത്ര വർഷമായിട്ട് വായിക്കുമ്പോൾ ഓരോന്നും ഇത് നമ്മുടെ ജീവിതത്തിൽ ബാധകം അല്ലേ? സത്രാജ്യത്തിന് വലിയൊരു രത്നം കിട്ടി, നമുക്കത് ബാധകമല്ലേ? നമുക്ക് ഇതേമായുള്ള രത്നങ്ങൾ കിട്ടിയിട്ടില്ലേ? വലിയ സമ്പന്നരായ മക്കളുണ്ടാവുന്നു, വലിയ രീതിയിലെത്തുന്നു, വലിയ ബംഗ്ലാവ് നമ്മൾ വയ്ക്കുന്നു. സത്രാജ്യത്തിന് എന്ത് സംഭവിച്ചു? നമുക്ക് ബാധകമല്ലേ? പ്രഹ്ലാദന്റെ ജീവിതം നമുക്ക് ബാധകമല്ലേ? ഹിരണ്യകശിപു സ്വർണത്തെ തലയിണയാക്കി വെച്ച് ഹിരണ്യകശിപു മകനോട് പറഞ്ഞ അതേ കാര്യമല്ലേ നാം പറയുന്നത്? മോനെ, നീ അച്ഛൻ പഠിച്ച അതേ കോളേജിൽ പഠിച്ചോ. ഹിരണ്യായ നമ എന്നാണ് ആ കോളേജിൻ്റെ പേര്. അച്ഛൻ ധാരാളം പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പൈസ ഇരട്ടിപ്പിക്കാൻ നീ ഈ കോളേജിൽ ചേർന്നു. കുറച്ചു കാലം പഠിച്ചാൽ മതി, സ്കോപ്പുള്ള കോളേജ്. മകൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ആ കോളേജില്ല, നാരായണായ നമ എന്നൊരു കോളേജുണ്ട്, എനിക്ക് ആ കോളേജിൽ പഠിക്കണം. അപ്പം അച്ഛൻ എന്തേ പറഞ്ഞു കൊടുത്തേ? എടാ, ധാരാളം പൈസ ഉണ്ടാക്കാൻ നല്ലത് ഹിരണ്യായ നമാണ്. 3 കൊല്ലത്തെ കോഴ്സ് മതി. മറ്റുള്ളവരുടെ ദൗർബല്യങ്ങളെ ശരിക്ക് ചൂഷണം ചെയ്ത് പൈസ ഉണ്ടാക്കാം. അപ്പുറത്ത് 4 കൊല്ലം പഠിക്കണം, ടഫ് സബ്ജക്റ്റുമാണ്. അത്രേ ഉള്ളൂ. നാരായണ നമ എന്നുള്ള കോളേജിൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം 4 ടഫ് സബ്ജക്റ്റ് എഴുതണം. ഇത്ര മുതലുണ്ടാക്കാൻ പറ്റില്ല. ഇത് ധർമ്മം, അർത്ഥം, കാമം 3 പേപ്പർ ചെയ്യാം. ഏതാ സൗകര്യം? നമ്മുടെ ജീവിതമാണ്. പക്ഷെ എന്ത് സംഭവിക്കുന്നു? ഈ മൊറാലിറ്റി കൂടി ചേരുമ്പോൾ മഹാലക്ഷ്മി നിലനിൽക്കുന്നു. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എവിടെ ചെല്ലുമ്പോൾ, ഇപ്പം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മലയാളികളോട് മിക്കവാറും സംസാരിച്ചപ്പോൾ മനസ്സിൽ തോന്നിയ കാര്യം, 100% സന്തോഷമുണ്ടോ? ഇല്ല. 40 നിലയുടെ മുകളിൽ കോടാനകൂടി സമ്പത്ത് കൊടുത്താൽ മാത്രം കിട്ടുന്ന ഫ്ലാറ്റ് താമസിക്കുമ്പോഴും സുഖമുണ്ടോ? 1 ഇഞ്ചിൻ്റെ കുറവ്. സുഖം എന്ന് പറയാനില്ല, അത് നമ്മുടെ നാട്ടിൽ തന്നെ. എന്താ 1 ഇഞ്ചിൻ്റെ കുറവ്? കൃഷ്ണനെ കെട്ടാൻ
എങ്ങനെയൊക്കെ കെട്ടാൻ നോക്കിയിട്ടും യശോദയ്ക്ക് കെട്ടാൻ പറ്റുന്നില്ല. ഏതൊക്കെ കയറെടുത്തു, കയറിന് നീളം 1 ഇഞ്ച് കുറവ്. അപ്പുറത്ത് വേറൊരു കയറെടുത്തു, നീളം കുറവ്. നമ്മുടെ ജീവിതത്തിൽ നാം കൃഷ്ണനെ കെട്ടാൻ നോക്കുക. കൃഷ്ണനെ കെട്ടിയിട്ടില്ല. അപ്പൊ വൈറ്റൽ എന്ന എനർജി നമുക്കും വേണമല്ലോ. നമ്മുടെ ചുറ്റും പ്രാണശക്തി ഉണ്ടാകണം. അത് ഇടത്ത് ഭാഗത്ത് ഇങ്ങനെ കറങ്ങുമ്പോൾ നമുക്ക് രോഗം ഉണ്ടാവില്ല. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആകർഷിക്കുന്നവൻ എന്നർത്ഥം. ഓരോന്ന് ആകർഷിച്ച് വരുത്തുന്നു. നാം നമുക്ക് വേണ്ടതിനെ ആകർഷിച്ച് വരുത്തുന്നു. നമ്മളിൽ കൃഷ്ണനുണ്ട്. നാം ഓരോന്നും ആകർഷിച്ച് വരുത്തുകയാണ്. ഇപ്പം ആകർഷിച്ച് വരുത്തുന്ന രോഗങ്ങളെയും പ്രതികാരത്തെയാണെന്നുള്ളത് വേറെ കാര്യം. കൃഷ്ണനാകട്ടെ പിടിതരില്ല. നമ്മൾ കൃഷ്ണനെ കെട്ടാൻ നടക്കുന്നു, കൃഷ്ണൻ പിടിതരുന്നില്ല. ഏത് കയറെടുത്താലും 1 ഇഞ്ച് കുറവ്. ഉദ്യോഗത്തിൽ കയറുമ്പോൾ 200 രൂപയായിരുന്നു ശമ്പളം. ഇപ്പം 2 ലക്ഷവും 4 ലക്ഷവും ശമ്പളമായി. ഇപ്പം സുഖമാണോ? അല്ല, എന്തിൻ്റെയോ കുറവ്. മക്കൾ 3 പേര് നല്ലപോലെ കാശ് സമ്പാദിക്കണു, എല്ലാമായി 30 ദിവസം ജീവിച്ചിരുന്നാൽ ഇത്രയും വലിയ പെൻഷൻ കിട്ടുന്നുണ്ട്. ഇപ്പം സുഖമുണ്ടോ? ഇല്ല, എന്തോ എന്നിൻ്റെ കുറവ്. മക്കളുണ്ടായാൽ മക്കളുണ്ട് എന്നുള്ള ദുഃഖം. ഇല്ലാത്തവരോട് മക്കളുള്ളവർ പറയും, പിന്നെ മഹാഭാഗ്യമായിട്ടാണ് ഇത് ഇല്ലാതിരിക്കണത് നിങ്ങോട്ട് പറയും. ഇല്ലാത്തവർക്കും ദുഃഖം, ഉള്ളവർക്കും ദുഃഖം. 1 ഇഞ്ചിൻ്റെ കുറവ്. സുഖമാണോ എന്ന് വെച്ചാൽ സുഖമാണ് കേട്ടോ എന്ന് ആരും പറയില്ല. അങ്ങനെ പോകും. പക്ഷേ ഒടുവിൽ കൃഷ്ണന് വാത്സല്യം വന്നപ്പോൾ, കൃഷ്ണൻ ഇങ്ങോട്ട് ചേർന്നപ്പോൾ അപ്പെടുത്ത കാരണം മതി കെട്ട. കൃഷ്ണന് വാത്സല്യം തോന്നിയപ്പോൾ എന്തായി? 1 ഇഞ്ചിൻ്റെ കുറവൊന്നുമില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈ വൈറ്റൽ എനർജി, കൃഷ്ണൻ എന്നുള്ളതിന് പകരം വൈറ്റൽ എനർജി എന്ന് കേട്ടാൽ ശാസ്ത്രീയമായി. നമുക്ക് ചില ഇംഗ്ലീഷ് വാക്ക് കേട്ടാൽ സമാധാനം, മലയാളം കേട്ടാൽ പോയി. തഴുതാമ എന്ന് പറഞ്ഞാൽ വലല്ല. തഴുതാമ അത് തൊടിയിലിങ്ങനെ നിൽക്കണതല്ലേ. പുനർനവ അത് തിരക്കടില്ല. കുറച്ചും കൂടി ഒരു ഭേദമുണ്ട്. ഓരോ സെല്ലിനെയും 2 ഒന്നാണ്. ഇതേപോലെ കൃഷ്ണൻ ആകർഷിക്കുന്നു. ഈ ശക്തിവിശേഷം നമ്മളിലുണ്ട്. ഈ കൃഷ്ണനുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ ഭാഗവതത്തിലെ ഏത് കഥയെടുത്താലും ജീവിതത്തിൽ കൃഷ്ണനുമായിട്ട് ചേരുക എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇന്നും പ്രാവർത്തികമാക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട്. മനുഷ്യരാശിക്കുള്ള ഏറ്റവും വലിയൊരു കുഴപ്പം, ഒരാളുടെ നന്മ അറിയണമെങ്കിൽ ആൾ മരിക്കണം. മരിച്ചാൽ മാത്രമേ നല്ലത് പറയൂ. ജീവിച്ചിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ നല്ലത് പറഞ്ഞ് ശീലിച്ചില്ല. എത്രയോ ആളുകൾ നമ്മുടെ കുടുംബങ്ങളിൽ എത്രയോ നന്മകളുള്ള വ്യക്തികൾ ഉണ്ട്. ആ വ്യക്തികൾ നമുക്ക് ജീവിതത്തിൽ എപ്പോഴും വഴികാട്ടികൾ ആവണം. ഭാഗവതത്തിൽ പരീക്ഷത്തിന് അബദ്ധം പറ്റിയെങ്കിലും പിന്നെ പരീക്ഷത്ത് തിരുത്തി ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കി. ഇന്നലെ ഒരു ഡോക്ടർ പറഞ്ഞാണ്, ക്യാൻസർ വന്ന ഒരു ഗുളികയുണ്ട്, അമേരിക്കയിൽ നിന്ന് വന്ന ഡോക്ടറാണ്. ആ ഗുളികയ്ക്കുടെ വില 60 ലക്ഷം രൂപയാണ്. 60 ലക്ഷം രൂപയുടെ ആ ഗുളിക കഴിച്ചാൽ 1 കൊല്ലം ആയുസ് നീട്ടിക്കിട്ടും. ഇത് കേട്ട ഉടനെ ഞാൻ വിചാരിച്ചത്, 1 കൊല്ലത്തെ ആയുസ് എത്ര കോസ്റ്റ്ലിയാ. മനുഷ്യജന്മത്തിലേക്ക് സെലക്ഷൻ കിട്ടുക എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം. ആ 1 കൊല്ലത്തിൽ രാത്രി മുഴുവൻ നമ്മൾ കിടന്നുറങ്ങി, ബാക്കി എത്ര കുറച്ച് സമയമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇത്ര വില കൂടിയ സമയത്തിന് നാം എങ്ങനെയാണ് ഇപ്പോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ മനുഷ്യജന്മത്തിന് യാതൊരു വിലയില്ലാത്ത രീതിയിൽ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞിട്ടും അന്യരെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടും വീട്ടിൽ ചിരിക്കുന്നവരെ നോക്കി അവരെ എങ്ങനെ കരയിപ്പിക്കാം എന്ന് നോക്കി
തെറ്റായ ചിന്തകൾ മനസ്സിലേക്ക് വന്നിട്ട് പെൺകുട്ടികൾ വിചാരിച്ചിരിക്കണേ കല്യാണം കഴിഞ്ഞാൽ നമ്പർ 1 ശത്രു അമ്മായിയമ്മ. എത്രയോ പേര്, രണ്ടും ആൺമക്കളാണ്, 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്താൽ 2 പെൺകുട്ടികളെയും കിട്ടില്ലേ എന്ന് സ്നേഹിച്ച് നിൽക്കുമ്പോൾ ആദ്യമേ മനസ്സിലാക്കി വെക്കുന്നത് സങ്കല്പിച്ചു അമ്മായിയമ്മ ശത്രു. പെൺകുട്ടികളുടെ കോളേജിൽ പോയിട്ട് സംസാരിക്കുകയായിരുന്നു. ഇതേമാതിരി പെൺകുട്ടികൾ നിരന്നിരിക്കുക. ഇവരെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി ഞാൻ ഒരു തവണ ഒരു തമാശ പറഞ്ഞു. നിങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞാൽ നിങ്ങളെ ആക്രമിക്കാൻ അമ്മായി അമ്മമാർ കാത്തിരിക്കുകയാണ്. അവരെ പല്ലും നഖവും വെച്ച് എതിർക്കാൻ നിങ്ങൾക്ക് ശക്തി കിട്ടട്ടെ എന്നങ്ങോട്ട് പറയല് കയ്യടിയോട് കയ്യടി. പിന്നൊക്കെ പ്രസംഗിക്കാൻ പറ്റുന്നില്ല. പെൺകുട്ടികൾ ഒരുങ്ങിയിരിക്കുകയാണ് അപ്പോഴല്ലേ മനസ്സിലായത്. ഞാനത് തമാശ പറഞ്ഞതാണ്. ഈ സാഹിത്യകാരന്മാരാകുമ്പോൾ കുറച്ചൊരു അതിശയോക്തിയും തമാശയൊക്കെ ആവാലോ എന്നോട് പറഞ്ഞു പോയതാ. കയ്യടി നിർത്തണില്ല. കാരണം കുട്ടികൾ പ്രീ ഡിഗ്രിക്ക് +2 പഠിക്കുന്ന കുട്ടികൾ വരെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് സങ്കല്പിച്ചാൽ അങ്ങനെയല്ലേ സംഭവിക്കുക. ഒടുവ് പിന്നെ പ്രസംഗം നടങ്ങളിൽ മുമ്പിലത്തെ 2-3 കുട്ടികൾ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് നോക്കി കയ്യടി നിർത്തണില്ല. ഇവരെന്ന് കയ്യടി നിർത്തിയാലേ പിന്നത്തെ വരി പറയാൻ പറ്റൂ. ഈ രീതിയിലുള്ള സങ്കല്പത്തിൽ നിന്ന് ആദ്യമേ പറയണു, ഭാഗവതം സുഖാസനത്തിൽ ഇരിക്കൂ, പോസിറ്റീവായ കാര്യങ്ങൾ ഇരുന്ന് സങ്കല്പിക്കൂ. വിഷ്ണു സഹസ്രനാമൊക്കെ വായിക്കുമ്പോൾ നാം സങ്കല്പിക്കുന്ന പ്രാവർത്തികമാവും. സ്നേഹമുണ്ടെങ്കിൽ പ്രകടിപ്പിക്കണം. അഭിനന്ദനം തോന്നിയാൽ അഭിനന്ദിക്കണം. വിദേശത്ത് ഒരു സ്ത്രീ പേപ്പറിൽ പരസ്യം കൊടുത്തു. ഇത് ഞാനൊരു പരസ്യമായിട്ട് കൊടുക്കുകയാണ്. കാരണം ഇത് വായിക്കുന്നവരെ സ്വാധീനിക്കാനാണ്. എൻ്റെ ജീവിതത്തിലൊരു അനുഭവം ഉണ്ടായി. എനിക്കൊരു മകനേ ഉള്ളൂ. അപ്പം ആ മകൻ ഒരു ദിവസം ഉച്ചയ്ക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, അമ്മേ ഞാൻ ഇന്ന് 1 മണിക്ക് ഊണ് കഴിക്കാൻ എത്തില്ല, വൈകും, 4 മണിയോ 5 മണിയാവും, അതുകൊണ്ട് അമ്മ ഊണ് കഴിച്ചോളൂ. ഞാൻ നീ വന്നിട്ട് ഊണ് കഴിക്കുന്നുള്ളൂ. അല്ല അമ്മേ ഞാൻ വൈകും, അതുകൊണ്ട് അമ്മ കാത്തിരിക്കുന്നറിയാം, അമ്മ സമയത്തിന് ഊണ് കഴിച്ചോളൂ. ഇങ്ങനെ ഒരു അമ്മ ഉണ്ടായത് എൻ്റെ വലിയൊരു ഭാഗ്യം എന്നും പറഞ്ഞ് മകൻ ഫോൺ കട്ട് ചെയ്തു. അന്ന് മോട്ടോർ ബൈക്ക് അപകടത്തിൽ ഈ മകൻ മരിച്ചു. ഈ മകൻ മരിച്ചതിന് ശേഷം അമ്മ ഇത് എഴുതിയിരിക്കുന്നത്, ഇത് വായിക്കുന്നവരുടെ ജീവിതത്തിൽ ഇനി ഇങ്ങനത്തെ അബദ്ധം ഉണ്ടാവരുത്, ഞാൻ ഇപ്പം ദുഃഖിക്കുന്ന മകൻ മരിച്ചാലല്ല. മകൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു അമ്മ ഉണ്ടായത് എൻ്റെ ഭാഗ്യമാണെന്ന്. ഞാൻ ആ സമയത്ത് ഉടനെ മോനെ നീ ഉണ്ടായത് എൻ്റെയും ഭാഗ്യമാണെന്ന് പറയാൻ മറന്നുപോയി. ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സ്നേഹമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കണ്ടേ? എനിക്കൊരു അബദ്ധം പറ്റി, അവനോടത് പറയായിരുന്നു, ഞാൻ ആ സമയത്ത് ഫോൺ കട്ട് ചെയ്തു. പ്രകടിപ്പിക്കാത്ത സ്നേഹം കൊണ്ട് ഈ ഭൂമുഖത്ത് യാതൊരു കാര്യവും ഇല്ല. മനസ്സിൽ അഭിനന്ദനം തോന്നിയാൽ കുടുംബാംഗങ്ങളോടാണെങ്കിലും അപ്പോൾ അഭിനന്ദനം പറഞ്ഞ് ശീലിക്കണം. ഈ ഗുണങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഭാഗവതം ഭാഗവതത്തിലേക്ക് ഒരു അപ്രോച്ച് റോഡ് കിട്ടണം. ഞാനിവിടെ സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ആ പടി കയറാൻ അവിടെ ഒരു അപ്രോച്ച് റോഡ് പലക ഉണ്ട്. ആ പലക അല്ലെങ്കിൽ കയറാൻ പറ്റില്ല. വിമാനത്തിലേക്ക് കയറാൻ ഒരു എൻട്രൻസ് വേണം. ഇതല്ലാതെ നമ്മൾ പണ്ടിങ്ങനെ മോക്ഷം കൊടുത്തു, കൃഷ്ണൻ അനവധി പേർക്ക് മോക്ഷം കൊടുത്തു, പശുവിനും കൊടുത്തു, ആടിനും കൊടുത്തു എന്ന് പറയുന്ന രീതിയിലാണ് നമ്മുടെ പ്രഭാഷകർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഇപ്പോൾ പല വേദികളിലും കോളേജുകളിലും ആയിരക്കണക്കിന് സ്ഥലങ്ങളിൽ ഇതിൻ്റെ ജീവിതത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. വളരെ ക്ഷമയോടുകൂടി കേട്ട ശ്രോതാക്കൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പം അങ്ങനെ കോഴിക്കോടാണ് സ്ഥിരതാമസം. പട്ടാമ്പിയിൽ അനിയനുണ്ട്. അനിയൻ്റെ മകൻ പട്ടാമ്പി ഗോപകുമാർ എന്നുള്ളൊരു പ്രഭാഷകനുണ്ട്. അദ്ദേഹമാണ് എന്നെ പങ്കിട്ട് വാഹനത്തിൽ കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം തന്നെ മടങ്ങും. എല്ലാവരെയും കാണാൻ കഴിഞ്ഞവരും പരിചയക്കാർക്ക് നന്ദി പറഞ്ഞ് വാക്കുകൾ ഉപസംഹരിക്കുന്നു.